സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 75-ാമത്തെ പദ്യം മുതലാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. നിങ്ങളുടെ പുസ്തകത്തിൽ 2:12 തേട്ടം തിരണ്ട തിരുമേനി ഉட்புறம்பாய் കാട്ടുമളവേ കരൈപുരണ്ട് കേട്ട അതിപക്വത്താർ കഹം പുറമെൻറാറ് വിധി വൈത്ത തീക്കയാം എൺ. ഇതാണ് 75-ാമത്തെ പദ്യം. തേട്ടം തിരണ്ട തിരുമേനി. തേട്ടം എന്ന് പറഞ്ഞാൽ തേടപ്പെടുന്ന വസ്തു എന്നാണ്. അന്വേഷണ വിഷയം, അന്വേഷ്യം, അന്വേഷിക്കപ്പെടുന്ന വസ്തു, അതാണ് തേട്ടം. തേടുക എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടായ വാക്കാണ് തേട്ടം. തേടപ്പെട്ട വസ്തു ഒരു ശിഷ്യനെ സംബന്ധിച്ചെന്നല്ല, ഒരു സാധകനെ, മുമുക്ഷുവിനെ സംബന്ധിച്ച് അയാൾ തേടുന്ന വസ്തു ബ്രഹ്മമാണ്. പക്ഷേ ഈ ബ്രഹ്മം ഒരു ആചാര്യനിലൂടെ മാത്രമേ അയാൾക്ക് സ്വന്തമാക്കാൻ പറ്റൂ. ആചാര്യനാണല്ലോ ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ ഉപദേശം സ്വീകരിച്ച് അത് ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, സമാധി തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ കടന്ന് ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് ശിഷ്യനാണ്. അപ്പൊ ഇവിടെ തേടപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ആചാര്യനാണ് തേടപ്പെടുന്ന വസ്തു. ഒരു സാധകൻ നല്ല ഒരു ആചാര്യനെ അന്വേഷിച്ച് പോകണം, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ആചാര്യനെ അന്വേഷിച്ച് പോകണം എന്ന് ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സമിത്പാണിയായിട്ട് പോകണം എന്നാണ്. സമിത്ത് എന്ന് പറഞ്ഞാൽ ചമത എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഈ ആലിൻ്റെ ചുള്ളി, ആൽവൃക്ഷം ഉണ്ടല്ലോ, നമ്മൾ അഗ്നിയിൽ ഹോമവും മറ്റും നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ആലിൻ്റെ ചുള്ളിയാണ്. അതിനെയാണ് നമ്മൾ ചമത എന്ന് പറയുന്നത്. സമിത്ത് എന്നുള്ള വാക്കിൻ്റെ മലയാളമാണ് ചമത. ഇതും കൊണ്ട് ആണ് ശിഷ്യൻ പോകേണ്ടത്. എന്തിനാണെന്നറിയാമോ? കർമ്മകാണ്ഡ വേദഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ചമത. യാഗം, ഹോമം എന്നൊക്കെ പറയുന്നത് കർമ്മകാണ്ഡ വേദഭാഗത്തിലാണല്ലോ പറയപ്പെട്ടിരിക്കുന്നത്. അതിലൊക്കെ എനിക്ക് മതി വന്നു, ഞാൻ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ സമിത്തിനെ ഗുരുവിൻ്റെ പാദങ്ങളിൽ കൊണ്ടുവയ്ക്കണം എന്നാണ്. അതായത് കർമ്മം കൊണ്ട് എനിക്ക് മതിയായേ, എനിക്കിനി ഒരു യാഗവും വേണ്ട, ഒരു യജ്ഞവും വേണ്ട, എനിക്ക് ആത്മജ്ഞാനത്തിൽ കുറഞ്ഞ യാതൊന്നും ആവശ്യമില്ല എന്ന് ഒരു കണക്കിലുള്ള കീഴടങ്ങൽ അല്ലെങ്കിൽ സറണ്ടറാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഒരാൾക്ക് നമ്മൾ കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയോ കിരീടമോ കൊണ്ട് അയാളുടെ പാദത്തെ കൊണ്ടുവയ്ക്കും. ഇതാണ് സാധാരണ കീഴടങ്ങൽ. കാരണം തലയിൽ ധരിക്കുന്നത് എന്തായാലും ശ്രേഷ്ഠമായ ഒന്നായിരിക്കുമല്ലോ. അതിനെ ആചാര്യന്റെ പാദങ്ങളിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പൊ ഈ ആചാര്യനാണ് ആത്മതത്വത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്നത്. ശ്രോത്രിയനായിരിക്കണം, ബ്രഹ്മനിഷ്ഠനായിരിക്കണം. നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളുണ്ടല്ലോ, 8 വയസ്സിൽ കാലടിയിൽ നിന്ന് നേരെ പോയത് നർമ്മദാ തീരത്തുള്ള ഗോവിന്ദ ഭഗവത്പാദരെ കാണാനാണ്. ഇങ്ങ് കാലടിയിൽ നിന്ന്, അന്ന് വാഹന സൗകര്യം ഒന്നുമില്ല, കാൽനടയായിട്ടാണ്, പാദയാത്രയായിട്ടാണ് പോയത്. അച്ഛനാണ് പറഞ്ഞു കൊടുത്തത്. ആത്മജ്ഞാനം, അതായത് ബ്രഹ്മനിഷ്ഠനായ ഒരാൾ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഈ ഗോവിന്ദ ഭഗവത്പാദ മഹർഷിയാണ്, മുനിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം ആത്മതത്വം ഉപദേശിച്ചു തരും. അപ്പം അങ്ങനെ പോയി, നർമ്മദാ തീരം വരെ അങ്ങ് പോയി. ഇതൊക്കെ എന്താ? ഒരു മാർഗം കാണിച്ചു തരികയാണ് ആചാര്യന്മാർ. രമണ മഹർഷി പോയില്ലല്ലോ, ശ്രീരാമകൃഷ്ണദേവനെ തേടി ഗുരു എത്തുകയാണല്ലോ ചെയ്തത്. തോതാപുരി നാഗസന്യാസിയാണ്.
ശ്രീരാമകൃഷ്ണദേവന് തേടിയെത്തിയതാണ്. അത് കാളിയുടെ അനുഗ്രഹം എന്നൊക്കെ പലരും വ്യാഖ്യാനിക്കും. ആ കാളിയിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തി ശ്രദ്ധകളും കൊണ്ട് ആചാര്യനെ കാളിദേവി തന്നെ ശ്രീരാമകൃഷ്ണദേവന്റെ മുമ്പിൽ എത്തിച്ചു. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഗുരു അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഗുരുവാണ്. ബാലകൃഷ്ണൻ നായർ സാറിന്റെ ഗുരു ആരാ? സ്വന്തം മകൻ. ഉപദേശിച്ച മന്ത്രമോ ശിവ 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 ശിവ, ഇതായിരുന്നു മന്ത്രം. അത് ചെവിയിൽ ഉപദേശിച്ചില്ലല്ലോ, അത് അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണല്ലോ. എന്തോ ആയിക്കൊള്ളട്ടെ, ഉപദേശം എന്ന് പറയുന്നത് ശിഷ്യൻ സ്വീകരിക്കുന്നതാണ്. ചിലപ്പോൾ ഗുരു യാദൃച്ഛികമായി പറയുന്ന എന്തെങ്കിലും ഒരു വാക്കായിരിക്കും ശിഷ്യന് ഉപദേശമായി തീരുന്നത്. അല്ലാതെ ചെവിയിൽ ഓതി കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചുമ്മായിര് വന്ന വഴിയേ പോ, അതൊക്കെ ഒരു ഉപദേശമായി ഉള്ളിൽ പ്രകാശിക്കുക. അതായത് ഈ ആത്മാവിനെ കണ്ടെത്താൻ സഹായകമാകുന്ന എന്ത് വാക്കും ഉപദേശമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരാണ്? സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് ശിവരാമകൃഷ്ണൻ എന്നാണ്. എല്ലാവരിടത്തും തർക്കിക്കുന്ന സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ വേദാന്തത്തിലുള്ള തർക്കമാണ്. തർക്കിച്ച് അവരെ വേദാന്തത്തിൻ്റെ അഭിപ്രായം അവരിൽ അടിച്ചേൽപ്പിക്കും. അവർ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു ആരും ആ ഗുരുനാഥനെ കാണാൻ വരാതെയായി. കാരണം ഇദ്ദേഹം നന്ദികേശ്വരനെ പോലെ മുമ്പിലുണ്ട്. എന്താ വന്നത്? എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് വാദപ്രതിവാദം. അപ്പോൾ ഈ ശിവരാമകൃഷ്ണനെ കൊണ്ട് ഗുരു പൊറുതിമുട്ടി. ഗുരുവിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കാണാൻ വരുന്ന സന്ദർശകരെ അവരുമായിട്ട് വെറുതെ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് അവരെ തോൽപ്പിക്കുക, പരാജയപ്പെടുത്തുക. ഒരു ദിവസം സഹികെട്ട് ഗുരു പറഞ്ഞു, ശിവരാമകൃഷ്ണ ഒന്ന് മിണ്ടാതിരിക്കോ? അന്ന് നിർത്തി മിണ്ടല്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉച്ചരിച്ചത്. മിണ്ടാതിരിക്കുക ഗുരുവിന്റെ നിർദ്ദേശമാണ്. ഗുരു പറഞ്ഞു തന്നാ ഒന്നും മിണ്ടരുതെന്നല്ല. ഈ വേണ്ടാത്ത വാദപ്രതിവാദങ്ങളിലൊക്കെ എന്തിനാ ചെന്ന് ചാടുന്നത്? ആൾക്കാരെ എന്തോ വരുന്നു കാണുന്നു, അവർ പോട്ടെ, നീ എന്തിനാ അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഒന്ന് വായടച്ചിരിക്കാമോ എന്ന് പറഞ്ഞത്. വായടച്ചു. പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ സദാശിവ ബ്രഹ്മേന്ദ്ര കീർത്തനങ്ങളിലൂടെ അദ്ദേഹം വാതുറക്കുന്നത്. ഭജരേ ഗോപാലം ഭജരേ യദുനാഥം. ധാരാളം സദാശിവ ബ്രഹ്മേന്ദ്രയുടെ കീർത്തനങ്ങൾ ചെറിയ പുസ്തകമായിട്ട് കിട്ടാനുണ്ട്. രാമനെയും കൃഷ്ണനെയും കുറിച്ച് മാത്രമേ അദ്ദേഹം പാടിയിട്ടുള്ളൂ. ഇവരാണല്ലോ രണ്ട് ഇതിഹാസ പുരുഷന്മാർ. നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണ്, രാമായണം, മഹാഭാരതം. രാമായണത്തിൽ ശ്രീരാമൻ, മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന് ഒരു ചെറിയ റോളുണ്ട്. എന്നാലും അദ്ദേഹം പൂർണ്ണാവതാരമാണ്. ശരിക്കും കൃഷ്ണനെ മാത്രം കുറിച്ച് പറയുന്നത് ഭാഗവതമാണ്. കൃഷ്ണലീലകളെ കൂടുതൽ വിവരിക്കുന്നത് ഭാഗവതമാണ്. എന്തായാലും നമുക്ക് ആദർശ പുരുഷന്മാരായി സ്വീകരിക്കാൻ പറ്റുന്നത് ഈ രണ്ടുപേരെയാണ്. ചിലര് ഈ വാക്യത്തിലെ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. രാമൻ ജീവിച്ചതുപോലെ ജീവിക്കണം, കൃഷ്ണൻ പറഞ്ഞതുപോലെ കേൾക്കണം എന്നാണ്. കൃഷ്ണൻ ജീവിച്ചതുപോലെ ജീവിക്കരുതെന്നാണ്. കാരണം അങ്ങനെയാണെങ്കിൽ കൊച്ചിലെ തന്നെ കട്ടു തുടങ്ങണം. മോഷണം കൊച്ചിലെ തുടങ്ങിയതാ. ആദ്യം തട്ടിയത് അമ്മാവനെയാണ്. ശേഷായൻ അമ്മാവനെ തട്ടുക എന്ന് പറഞ്ഞ. അപ്പോ കൃഷ്ണൻ പറഞ്ഞത് കേൾക്കുക. കൃഷ്ണൻ എവിടെയാ പറഞ്ഞത്? ഉദ്ധവനോട് പറഞ്ഞു, അതാണല്ലോ ഉദ്ധവഗീത. അർജുനോട് പറഞ്ഞു കുരുക്ഷേത്ര ഭൂമിയിൽ, അതാണ് ഭഗവത്ഗീത. അതിലുള്ളതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം. കൃഷ്ണന്റെ ചെയ്തികൾ നടപ്പിലാക്കരുതെന്നാണ്. പക്ഷേ രാമന്റെ ജീവിതം മാതൃകയാക്കണം എന്നാണ്. ശ്രീരാമന്റെ ജീവിതം മാതൃകയാക്കണം. ശ്രീരാമൻ വലുതായിട്ട് ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല. ഹനുമാന് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം ഈ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. ആര്? ശ്രീരാമൻ. കൃഷ്ണൻ ഉള്ളിൽ തത്വബോധം, പ്രവൃത്തി അത് നടക്കുക. അതിപ്പോ പ്രവൃത്തിയിലെ അല്ലറ ചില്ലറ കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് ഉള്ളിൽ ആ തത്വബോധത്തോടു കൂടി അദ്ദേഹം നടത്തിക്കൊണ്ടുപോകും. എന്തായാലും രണ്ടുപേരാണ് ആദർശ പുരുഷന്മാർ. ഈ കൃഷ്ണനും പോയില്ലേ സാന്ദീപനി മഹർഷിയുടെ അടുത്ത്? കൃഷ്ണനും കുചേലനും കൂടെയാണല്ലോ പഠിക്കാൻ പോയത്. അപ്പോഴാണല്ലോ ചുള്ളി പെറുക്കിക്കൊണ്ടുവരാൻ ഗുരുപത്നി പറഞ്ഞപ്പോ രാത്രി പോയി പെട്ടെന്ന് കാറും കോളുമായി മഴ പെയ്തു ഒരു ഗുഹയുടെ അകത്ത് കയറിയിരുന്നു. രാത്രിയായപ്പോൾ നല്ല വിശപ്പ്. കൃഷ്ണനാണെങ്കിൽ വിശപ്പ് കൊണ്ട് ഇരിക്കെ പുറതിയില്ല. അപ്പോഴാണ് നോക്കിയത് അടുത്ത് സുധാമാവ്, അതാണ് കുചേലൻ. കുചേലന്റെ അരയിൽ എന്തോ ഒരു പൊതി അയാൾ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന്? കുറച്ച് അവലാണെന്ന് പറഞ്ഞു. ഇങ്ങ് താന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ തിന്നു. അങ്ങനെ ഒരു കഥയുണ്ട്.
അപ്പോൾ ആചാര്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അത് കൂടിയേ തീരൂ എന്ന് നിർബന്ധമില്ല. ബാലകൃഷ്ണ സാറ് പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ ഭഗവത്ഗീതയും യോഗവാസിഷ്ടവും അതുപോലുള്ള അധ്യാത്മ ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ഒക്കെയാണ് ഗുരുക്കന്മാർ. ഈ മനുഷ്യരൂപത്തിലുള്ള ഗുരു തന്നെ വേണം എന്നെന്താ ഇത്ര നിർബന്ധം? ഒരു പ്രയോജനമുള്ളത്, നമുക്ക് നമ്മുടെ മാർഗത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ ഒരു മനുഷ്യ ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം. അതാണ് മനുഷ്യ ഗുരുവിനെ കിട്ടിയാലുള്ള ഒരു പ്രയോജനം. പുസ്തകം ഗുരുവാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ആ പുസ്തകത്തോട് നമ്മുടെ സംശയം ചോദിച്ച് സംശയ നിവൃത്തി വരുത്താൻ പറ്റില്ലല്ലോ. ഇനി ശ്രദ്ധയോടുകൂടി പുസ്തകം അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക് സംശയം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് കാരണം ഈ ആചാര്യന്മാരുടെയൊക്കെ ഗ്രന്ഥരചനാ ശൈലി സംവാദ രൂപത്തിലാണ്. ഒരു സാധകൻ അയാളുടെ മനസ്സിൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാം, അതൊക്കെ ആ സംശയങ്ങളൊക്കെ ഗ്രന്ഥകാരൻ തന്നെ ഉന്നയിച്ച് അതിന് മറുപടി പറയുന്ന ഒരു സമ്പ്രദായമാണ് അധ്യാത്മശാസ്ത്രങ്ങളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ കാര്യമായ സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ഒരു മനുഷ്യ ഗുരുവിനെ കിട്ടിയാൽ അത് നല്ലത് തന്നെയാണ്. തേട്ടം തിരണ്ട തിരുമേനി ഉட்പുറമ്പായി കാട്ടുമളവേ. തേടപ്പെട്ട വസ്തു ഗുരു അഥവാ ആചാര്യൻ രക്തമാംസാസ്ഥ്യമയമായ ശരീരത്തോടുകൂടി പ്രത്യക്ഷപ്പെടുമ്പോൾ തേട്ടം തിരണ്ട തിരുമേനി, നമ്മൾ മലയാളത്തിൽ വാക്കുണ്ട് തിരുമേനി. തിരുമേനി എങ്ങോട്ടാ? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മേനി എന്ന് പറഞ്ഞാൽ ശരീരം, തിരുശരീരം എന്നാണ് അർത്ഥം. തിരുമേനി എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ആ ഭഗവത് സാന്നിധ്യം ഉള്ളിൽ വ്യക്തമായി പ്രകാശിക്കുന്നു, അത് സാക്ഷാത്കരിച്ചയാൾ എന്നുള്ള അർത്ഥത്തിലാണ് തിരുമേനി. സംസ്കൃതത്തിൽ ശ്രീ എന്ന് പറയുന്നതിന് പകരം മലയാളത്തിൽ പറയുന്നതാണ് തിരു. തിരു അനന്തപുരം, ശ്രീ അനന്തപുരം എന്ന് വേണം സംസ്കൃതത്തിൽ പറയാൻ. അത് ശ്രീക്ക് തിരു എന്നാണ് മലയാളത്തിലും തമിഴിലും. തേട്ടം തിരണ്ട തിരുമേനി, താൻ ഒരു ഗുരുവിന് വേണ്ടി ഉള്ളുകൊണ്ട് തേങ്ങുമ്പോൾ ഈ സർവേശ്വരൻ തന്നെ മാംസാസ്ഥ്യമയമായ ഒരു ശരീരത്തോടു കൂടി ശിഷ്യന്റെ മുമ്പിലെത്തും എന്നാണ്. നമ്മുടെ സമ്പ്രദായം എന്താണ്? ഗുരുവിനെ അന്വേഷിച്ച് ശിഷ്യൻ ചെല്ലണം എന്നാണ്. പക്ഷേ ഇങ്ങനെയും ചില സന്ദർഭങ്ങളുണ്ട്. എങ്ങനെ? ശിഷ്യനെ തേടി ഗുരു എത്തിയ സന്ദർഭങ്ങളും ഉണ്ട്. അതൊക്കെ മഹാഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സാധാരണ ശിഷ്യനാണ് ഗുരുവിനെ അന്വേഷിച്ച് ചെല്ലേണ്ടത്. തേട്ടം തിരണ്ട തിരുമേനി ഉட்പുറമ്പായി കാട്ടുമളവേ, ഉള്ളു പുറമാക്കി കാണിച്ചു എന്നാണ്. ഈ ആത്മാവ് ഉള്ളിലാണ് എന്നാണല്ലോ പറയുന്നത്. വാസ്തവത്തിൽ അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്. പക്ഷേ അത് ഇന്ദ്രിയ മനസ്സുകൾക്ക് ഗോചരമല്ലാത്തത് കൊണ്ട് ഉള്ളിലാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഹൃദിസ്ഥം, അന്തസ്ഥം, ഉള്ളിൽ, ഹൃദയത്തിൽ, ബുദ്ധിയിൽ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ട്? അകത്തുള്ളതിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമ്മളുടെ അവനവന്റെ വൃക്കയോ കരളോ ശ്വാസകോശങ്ങളോ കുടലോ കണ്ട എത്ര പേരുണ്ട്? ഉള്ളിലാണ്, അത് നമ്മുടെയാണ്, പക്ഷെ കണ്ടിട്ടില്ല. ഇതുപോലെ ആത്മാവ് ദൃശ്യമാകാത്തത് കൊണ്ട് അത് ഉള്ളിലാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ് എന്ന് പറയുന്നു. ആ തിരുമേനി ഗുരുവിന്റെ രൂപത്തിൽ അവതരിച്ച് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഉള്ളിനെ വെളി എന്ന പോലെ കാണിച്ചു തരുന്നു, അകം പുറമെന്ന പോലെ കാണിച്ചു തരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? സംശയരഹിതമായി ഈ ആത്മതത്വത്തെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അകം പുറം പോലെയാകാം. പുറത്തുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ, അകത്തുള്ളതാണല്ലോ വ്യക്തമാകാത്തത്. ആ അകത്തുള്ള ആത്മവസ്തുവിനെ പുറം എന്ന പോലെ വ്യക്തമാക്കി തരുന്നു എന്നാണ്. കാട്ടുമളവേ കരൈ പുരണ്ട്, കര പുരണ്ട്, കറ പുരണ്ടല്ല, കര പുരണ്ട്. നദിയൊക്കെ കര കവിഞ്ഞൊഴുകുക, ഈ തീരങ്ങളെ ഇടിച്ച് തന്നിലേക്ക് ഇട്ടുകൊണ്ട് ഒഴുകുക, കൂലം കുത്തി ഒഴുകുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അത് തന്നെയാണ് കരൈ പുരണ്ട്. എന്താണ്, ഏത് നദിയാണ് ഇവിടെ കരപുരണ്ട് ഒഴുകുന്നത്? ഭക്തി നദി. ആ സത്യവസ്തുവിനോടുള്ള അമിതമായ പ്രേമം, അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു തേങ്ങൽ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോകുന്നല്ലോ, ഇന്നും ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു അസ്വസ്ഥത. അസ്വസ്ഥത നല്ലതാണോ?
തീർച്ചയായും നല്ലതല്ല. പക്ഷെ ഭഗവാനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള അസ്വസ്ഥത നല്ലതാണ്. ഈ സത്യത്തെ കാണാൻ, സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അതെന്താണ്? തീവ്രമായ മോക്ഷേച്ഛയുടെ ലക്ഷണമാണ്. തീവ്രമായ മോക്ഷത്വം. മറ്റുള്ളതൊക്കെ രണ്ടാം പക്ഷം. എൻ്റെ ജീവിത ലക്ഷ്യം ഇതാണ്. ഏതെങ്കിലും ഒന്ന് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നയാൾ അതിനെ സദാ മനസ്സിൽ കൊണ്ടു നടക്കില്ലേ? അതുപോലെ ഈശ്വരന് സദാ മനസ്സിൽ നിർത്താൻ സാധിക്കുന്നു ഒരു തീവ്ര മുമുക്ഷുവിന്. നമുക്കൊക്കെ മറന്നു പോകുന്നു എന്നൊരു പരാതിയാണുള്ളത്. ഈ സത്യം കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എപ്പോ ഓർമ്മ വരണോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറന്നു പോകുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിനെ പരമശ്രേഷ്ഠമായി നാം ജീവിതത്തിൽ അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് മറന്നു പോകാൻ കാരണം. ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നില്ല ഭഗവാൻ. ഏറ്റവും ശ്രേഷ്ഠമായത് ജീവിത ലക്ഷ്യമായി നാം അംഗീകരിക്കുന്നില്ല ഈ സത്യത്തെ. അതുകൊണ്ട് മറന്നു പോകുന്നു. പ്രാധാന്യം കൽപ്പിക്കാത്തതല്ലേ എപ്പോഴും മറക്കുക. നമ്മൾ അന്യദേശത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ജില്ലയിലോ സംസ്ഥാനത്തിലേക്കോ പോകുമ്പോൾ വീട് പൂട്ടാൻ മറക്കാറില്ലല്ലോ. എന്തേ? ഞാൻ തിരക്ക് പിടിച്ച് വണ്ടിക്ക് സമയമായി, അതുകൊണ്ട് ഞാൻ വീട് പൂട്ടിയില്ല എന്നാരെങ്കിലും പറയുമോ? അതെന്താ? വീട്ടിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്, ആഭരണങ്ങൾ കാണും, ക്യാഷ് കാണും, അതുപോലെയുള്ള ഗൃഹോപകരണങ്ങൾ കാണും, മറ്റ് ഗൃഹോപകരണങ്ങൾ കാണും. അതൊന്നും കള്ളം കൊണ്ടുപോരുത്. അതിനൊക്കെ എനിക്ക് വലിയ മമതയാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്, അതൊന്നും നഷ്ടപ്പെടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള ആള് വീട് പൂട്ടാൻ മറക്കില്ല. ഇനി വീട് പൂട്ടാൻ മറന്നിട്ട് ഇറങ്ങി ഓടുന്നവനാണെങ്കിൽ അവന് വീടിനേക്കാളും വലുത് വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോഴാണ് വീട് പൂട്ടാൻ മറന്നു പോകുന്നത്. അപ്പോ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഈശ്വരന്, അതിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വര സ്മരണ നിലനിർത്താൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഈശ്വരൻ അമൂല്യമാണെന്ന് മനസ്സിലാക്കുക. വിലമതിക്കാനാവാത്ത രത്നം, അതാണ് ഭഗവത് തത്വം, ബ്രഹ്മതത്വം, ആത്മതത്വം. അത് വിലമതിക്കാനാവാത്തതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ എങ്ങനെ അതിനെ മറക്കും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ മറന്നു പോകുന്നു? ഭഗവാനെ മറക്കുകയോ? ശരി, ഈ ഭഗവാനെ മറന്നിട്ട് നിങ്ങൾ എന്തിനെയാ ഓർക്കുന്നത്? അപ്പൊ അതിന് പ്രാധാന്യം കൂടുതലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഭഗവാനെക്കാളും പ്രാധാന്യം അതിന് കൽപ്പിക്കുന്നു എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത്? അതുകൊണ്ട് പരമലക്ഷ്യമായി, ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി ഈ ആത്മസാക്ഷാത്കാരത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ കാണണം. അങ്ങനെ ആവുമ്പോൾ മറന്നുപോവില്ല. ഉட்പുറമ്പായി കാട്ടുമളവേ കരൈ പുരണ്ട്. ആ നിരന്തരമായ ഭഗവത് സ്മരണ നിലനിർത്തുന്നതാണ് ഭക്തി. ആ ഭക്തിയിൽ പരമമായ പ്രേമവും കലർന്നിട്ടുണ്ട്. ഈ ഭഗവാനെ പ്രേമിക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഈശ്വരനെ സ്നേഹിക്കാനോ പ്രേമിക്കാനോ പറ്റുമോ? നമുക്ക് ഭാര്യ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഇവരെയല്ലേ സ്നേഹിക്കാൻ പറ്റുക? പിന്നെ ഈശ്വരനെ പൂജിക്കാൻ മാത്രമാണോ? ഈശ്വരനെ ആരാധിക്കാൻ മാത്രമായിട്ട് ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? അദ്ദേഹത്തോട് ഒരു കടപ്പാടും നന്ദിയും സ്നേഹവും വിശ്വാസവും ഒക്കെ തോന്നണ്ടേ? അതൊക്കെയാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. രാവിലെ അരമണിക്കൂർ 1 മണിക്കൂർ പൂജ ചെയ്തു, പിന്നെ വൈകുന്നേരം പൂജ ചെയ്തു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു, എന്നിട്ട് ഞാൻ ഭക്തൻ, സമ്മതിക്കില്ല. നമ്മുടെ അധ്യാത്മശാസ്ത്രം സമ്മതിച്ചു തരില്ല അങ്ങനെയുള്ള വാദമുഖങ്ങളെ. ഈശ്വരൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗോഡ് ഈസ് ലവ് എന്ന് പറയും. എന്ത് ലവ് ഇത്? ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ തോന്നുന്ന ആ ലവ് ആണോ? അതൊക്കെ ദേഹപരമാണ്. അതൊന്നും നിലനിൽക്കില്ല. ആ സ്നേഹമൊന്നും നിലനിൽക്കില്ല. വ്യക്തിബന്ധങ്ങൾ. പക്ഷെ ഇത് ആത്മാവിന് ഈശ്വരനോട് തോന്നുന്ന ബന്ധമാണ്. അത് ശക്തമാണ്, കോൺക്രീറ്റ് പോലെ, വജ്രം പോലെ. അങ്ങനെ ഒരു ബന്ധം നാം സ്ഥാപിച്ചെടുക്കണം എന്നാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഭക്തി നദി കരകവിഞ്ഞൊഴുകുക. കരയി പുരണ്ട് കേട്ട അതിപക്വത്താർക്ക് അഹം പുറം എന്ന്. കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക. ഈശ്വരതത്വം അല്ലെങ്കിൽ ആത്മതത്വം, അതിനെ ഈ ആചാര്യനിൽ നിന്ന് ഭക്തിയോടുകൂടെ ശ്രവിക്കണം. നമുക്ക് ഈ അധ്യാത്മശാസ്ത്രം ശ്രവിക്കുന്ന സമയത്ത് ഈശ്വരനോട് ഒരു അടുപ്പം തോന്നണം, ഒരു സ്നേഹം തോന്നണം. ആ ഒരു സ്നേഹവായ്പോട് കൂടെ ഇത് കേട്ടാലേ പ്രയോജനമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, വേണ്ടെന്നല്ല.
പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ദിവ്യമായ ഭാവം വരണം. എപ്പോ? ഈ ശ്രവിക്കുന്ന സമയത്ത്. എന്നാലേ അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഭക്തി നദി എന്ന് പറഞ്ഞത്. ഭക്തിയാണ് നമ്മൾ ജ്ഞാനത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഭക്തിയാണ്. ആ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നിരന്തരമായ ഈശ്വര സ്മരണ, പ്രേമപൂർവമായിട്ടുള്ള ഈശ്വര സ്മരണ. അതിൽ സ്നേഹമുണ്ടാവണം. നമുക്ക് നമ്മുടെ കുട്ടികളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷണം എന്തെന്നറിയാമോ? നിസ്വാർത്ഥത. എന്തെങ്കിലും ഭൗതിക മോഹങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ ആരാധിക്കുന്നവൻ ഭക്തനേ അല്ല, അവൻ കച്ചവടക്കാരനാണ്. ഭഗവാനുമായിട്ട് ഈ മൂല്യം നിർണയിക്കുന്നയാളാണ്, ലേലം വിളിക്കുന്നവനാണ്. അയാളെ ഒന്നും ഭക്തനെ പറയാൻ പറ്റില്ല. പിന്നെ ഏജന്റ്, ഭഗവാനെ ഏജന്റ് ആക്കുന്നവൻ. ഇന്ന കാര്യം നടത്തി തന്നാൽ ഇന്ന കമ്മീഷൻ തരാം. ഒന്നുകിൽ കമ്മീഷൻ ഏജന്റ്, അല്ലെങ്കിൽ ലേലം വിളി. എന്താണ് ഞാൻ ഈ ലേലം വിളി എന്ന് പറയാൻ കാരണം? നമ്മൾ ഒരു ദേവനെ അല്ല ആരാധിക്കുന്നത്. അവിടെ പോവും, ഗണപതി ക്ഷേത്രത്തിലും പോവും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോവും, അയ്യപ്പന്റെ കോവിലും പോവും. ഇവിടെ ആരെങ്കിലും ഒക്കെ നടത്തി തരില്ലേ? അപ്പോൾ എത്ര ഈശ്വരനുണ്ട്? 300, 300, 3000? എത്ര ഈശ്വരനുണ്ട്? അതായത് തന്റെ ഉപാസനാമൂർത്തിയിൽ പോലും അചഞ്ചലമായ വിശ്വാസമില്ല മനുഷ്യന്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ പോകുന്നത്. പല സ്ഥലങ്ങളിൽ പൊയ്ക്കോളൂ, എല്ലാം ഒന്നാണെന്നുള്ള ഭാവം ഉള്ളിലുണ്ടായാൽ തെറ്റില്ല. അപ്പൊ എന്താ? കൃഷ്ണനാണ് കാര്യം നടത്തി തരുന്നതെങ്കിൽ അവിടെ വഴിപാട്, ഗണപതിയാണ് കാര്യം നടത്തി തരുന്നതെങ്കിൽ അവിടെ ഒരു തേങ്ങ അടിച്ചു. ഇങ്ങനെ പോകുന്നു. നമ്മൾ എന്തിനെ വിശ്വസിച്ചാലും 100% വിശ്വസിക്കും. ഈ വിശ്വാസം എന്നുള്ളത് ഒരു വലിയ ശക്തിയാണ്. നമ്മൾ പറയും പലരെയും, അതൊക്കെ അയാൾ ചുമ്മാ എപ്പോഴും അമ്പലത്തിൽ പോയി അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കും, അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? ഞാൻ ചോദിക്കട്ടെ, അന്ധവിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ ഏത് വിശ്വാസത്തിലാണ് ഈ അന്ധത ഇല്ലാത്തത്? നിങ്ങൾ ഒന്ന് പറയൂ, ഏത് വിശ്വാസത്തിലാണ് അന്ധത ഇല്ലാത്തത്? ഒരെണ്ണം പറയൂ. ഇന്നാര് എൻ്റെ അച്ഛൻ, എൻ്റെ വിശ്വാസമാണ്. അമ്മ ചൂണ്ടിക്കാണിച്ച പുരുഷനാണ് ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത്. അന്ധവിശ്വാസമല്ലേ? അമ്മ എന്ന സ്ത്രീ ഏത് പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് മോനെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാലും അയാളെ നാം അച്ഛനായി അംഗീകരിക്കും. ഇതിൽ പരം അന്ധത വേറെ എന്തുണ്ടെന്നാണ്. ഇതിൽ പരം അന്ധത വേറെ എന്തുണ്ട്? കണ്ണടച്ച് വിശ്വസിക്കുകയല്ലേ? ഈശ്വര വിശ്വാസം കുറെയൊക്കെ അന്ധമായിരുന്നാലും അതൊരു വലിയ ബലമാണ്, ശക്തിയാണ്. അതുകൊണ്ട് ആ അന്ധത എപ്പോഴും കൊണ്ടു നടക്കണം എന്ന് വിചാരിക്കരുത്. ആ അന്ധതയെ മാറ്റൂ. അന്ധത മാറിയ വിശ്വാസം, അതാണ് നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ജ്ഞാനത്തിൽ അന്ധത പാടില്ല, തെളിച്ചമാണ് വേണ്ടത്. കണ്ണ് തുറന്നാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇത് കണ്ണടച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ്. കേട്ട എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ആത്മതത്വത്തെ ശ്രവിച്ച അതിപക്വത്താർക്ക്, അതിപക്വന്മാർ, നല്ല പാകത വന്നവർ എന്ന് പറഞ്ഞാൽ ഈ പാകത എന്തിനു വെച്ചാൽ നമ്മൾ അളക്കുന്നത്? ചിത്തശുദ്ധിയെ വെച്ചിട്ടാണ്. ചിത്തശുദ്ധി എത്ര കണ്ട് കൂടുന്നുണ്ടോ അത്ര കണ്ട് അയാൾക്ക് പാകതയുണ്ട് എന്ന് നമ്മൾ പറയും. അല്ലാതെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, അയാളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടുമല്ല. ചിത്തം ശുദ്ധമായോ അത്ര കണ്ട് പാകത നമുക്ക് വന്നു. ഇവിടെ അതിപക്വത്താർക്ക് എന്നാണ്. വളരെ സാധാരണയിലും കവിഞ്ഞ പാകതയുള്ളവർക്ക് അഹം പുറമെன்று 6 വിധി വയ്ത്ത തീക്കയാം എൺ, അകത്തും പുറത്തും ചേർന്ന് 6 തീക്കൈ എന്ന് പറഞ്ഞാൽ ദീക്ഷ. ദീക്ഷ കൊടുക്കുക, സന്യാസ ദീക്ഷ എന്നൊക്കെ പറയാറില്ലേ? ആചാര്യൻ ശിഷ്യനിലേക്ക് ആ ആചാര്യന്റെ ആത്മശക്തിയെ സംക്രമിപ്പിക്കുന്ന മാർഗം അല്ലെങ്കിൽ ആ രീതിയെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി അതിനെ ശിഷ്യനിൽ സംക്രമിപ്പിക്കുന്നു ആചാര്യൻ. എന്തൊക്കെയാണ് നമുക്കുള്ള ദീക്ഷകൾ? പ്രധാനമായിട്ട് 6 ദീക്ഷകളാണുള്ളത്. അതിൽ 3 ആന്തര ദീക്ഷകൾ, 3 ബാഹ്യ ദീക്ഷകൾ. ഈ 6 ദീക്ഷയുടെ കാര്യമാണ് ഇവിടെ 6 ദീക്ഷ എന്ന് പറഞ്ഞത്. എന്താണ് ആന്തരമായ 3 ദീക്ഷകൾ? ഉള്ളിൽ നിന്ന് വരാം, അതാണല്ലോ ആന്തരമായ 3 ദീക്ഷ എന്ന് പറഞ്ഞാൽ. അത് ബാഹ്യമല്ല, അതുകൊണ്ടാണല്ലോ ആന്തരം എന്ന് പറയുന്നത്. കടാക്ഷം, ഇതാണ് ആദ്യത്തെ. സ്നേഹവായ്പോടുകൂടെ ശിഷ്യനെ ഒന്ന് നോക്കുക. ആരാ നോക്കുന്നത്? ഗുരുവിന്റെ ഉള്ളിലുള്ള ഈശ്വരൻ. ഈശ്വര കടാക്ഷം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ മുമ്പിൽ വരുന്ന ഈ ശിഷ്യൻ, ഇവൻ മഹാജ്ഞാനിയായി തീരട്ടെ, ഇവൻ അവന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുമാറാകട്ടെ
എന്നൊരു സങ്കല്പം ഗുരുവിന്റെ ഉള്ളിലുണ്ടായാൽ ആ ശിഷ്യൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. സംശയിക്കുകയേ വേണ്ട, നോക്കിയാ മതി എന്നാണ്. കടാക്ഷം എന്ന് പറഞ്ഞാൽ കടക്കണ്ണ എന്നാണ് അർത്ഥം. സ്നേഹത്തോടു കൂടി നേരെ പോലും നോക്കണ്ട, കണ്ണിന്റെ ഒരു ഓരോ സൈഡിലൂടെ നോക്കുക. ആ കടാക്ഷം അത് ആന്തരദീക്ഷയാണ്, ശിഷ്യൻ പോലും അറിയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാരെയൊക്കെ മഹാജ്ഞാനികളൊക്കെ നമ്മുടെ ആ നാട്ടുമ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനടുത്തോ ഒക്കെ വന്ന അവരെ ചെന്ന് നമസ്കരിക്കൂ നമസ്കരിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കട്ടെ, അവരുടെ ആ കാഴ്ച, അവരുടെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ തന്നെ വലിയ അനുഗ്രഹമായി. അപ്പോൾ ആചാര്യനെ ശരണം പ്രാപിക്കുന്ന ഒരു മുമുക്ഷുവിനെ ആ ആചാര്യൻ വാത്സല്യത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഈ ജീവൻ സംസാരത്തിൽ നിന്ന് കരകയറട്ടെ എന്നുള്ള ഭാവനയോടുകൂടെ ആ കടാക്ഷം ചെയ്താൽ അതിൽ പരം വേറെ എന്ത് വേണം? അവിടെ ഗുരു പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. പക്വതയുള്ള ശിഷ്യൻ വരുമ്പോ ഈ ആചാര്യന്റെ ഉള്ളിലുള്ള ഈശ്വരൻ തന്നെയാണ് അദ്ദേഹത്തെ കടാക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങളുടെയും, ലൗകികനോ ജ്ഞാനിയോ ആരും ആയിക്കൊള്ളട്ടെ, ആരുടെ ഉള്ളിൽ വരുന്ന ഏത് സങ്കല്പത്തിന്റെയും അന്തിമ ഉത്തരവാദി ഈശ്വരനാണ്. തീവ്രവാദിയെ കൊണ്ട് കൊല്ലിക്കുന്നത് ആ ചിന്തയെ തൊടുത്തുവിട്ടതാര്? ചിന്തകളുടെ നിയാമകൻ. ബുദ്ധിക്കകത്താണ് ഈ ഈശ്വരന്റെ സ്ഥാനം. ആ മനസ്സ് എന്തെന്തൊക്കെ ചിന്തിക്കണം, ഏതേത് മാർഗങ്ങളിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഉള്ളിലുള്ള ഈശ്വരനാണ്. അദ്ദേഹത്തിന് പക്ഷപാതമുണ്ടോ? ഇല്ല. ഈ ജീവന്റെ കർമ്മഫലത്തിനനുസരിച്ച് ബുദ്ധിയെ തിരിച്ചുവിടും. ജീവൻ പുണ്യമാണ് കൂടുതൽ ചെയ്തതെങ്കിൽ സന്മാർഗത്തിലേക്ക് ചിന്തകളെ പ്രേരിപ്പിക്കും അന്തർയാമിയായ ഈശ്വരൻ. പാപമാണ് കൂടുതൽ ചെയ്തതെങ്കിൽ ദുർമാർഗത്തിലായിരിക്കും അയാൾക്ക് ശ്രദ്ധയുണ്ടാവുക. എന്തായാലും ഈ ചിന്തകളുടെ പുറത്ത് അന്തിമമായ ആധിപത്യം ഈശ്വരനാണ്. അതുകൊണ്ട് ഒരു കണക്കിന് ഈ ലോകത്ത് നടക്കുന്നതിനൊക്കെ ഉത്തരവാദി ഭഗവാൻ എന്ന് വേണം പറയാൻ. വ്യക്തികളിലൂടെ ആ ഈശ്വര ശക്തിയാണല്ലോ പ്രവഹിക്കുന്നത്, പ്രസരിക്കുന്നത്. അപ്പൊ 6 ദീക്ഷകളിൽ, 3 ആന്തര ദീക്ഷകളിൽ കടാക്ഷം. ഇനി അത് കണ്ണു തുറന്ന് നോക്കിയാലേ ഉള്ളൂ, കടക്കണ്ണ് കൊണ്ട് നോക്കണം. അടുത്തത് ഭാവന, അതാണ് 2ാമത്തെ ദീക്ഷ. മനഃപൂർവമായ ആചാര്യൻ അനുഗ്രഹിച്ചാൽ മതി ശിഷ്യനെ. നന്നായി വരും മോനെ, ഗുണം പിടിക്കും. നമ്മൾ ഈ വിവാഹവേളകളിലും മറ്റും ഈ വരനും വധുവും എല്ലാവരുടെ കാൽക്കൽ വീണ് വണങ്ങുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എല്ലായിടത്തും കാണില്ല. കാരണം എല്ലാവരും IT ഫീൽഡിലൊക്കെ രണ്ടുപേരും 1 ലക്ഷം രൂപ മാസം സമ്പാദിക്കുന്ന ആൾക്കാരാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നല്ലേ ചോദിക്കുന്നത്. ഇതൊക്കെ വെറും കാലഹരണപ്പെട്ട ആചാരങ്ങൾ, അനാചാരങ്ങൾ. ഒരാളുടെ കാല് തൊട്ട് വന്നിക്കുക, ആ കാലിലെ പൊടിയൊക്കെ ഉണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവും. ഈ കാല് തൊട്ട് വന്നിക്കുക, കൈ തൊടാം, ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ്, അതാവാം. അതെന്താ? പാണിഗ്രഹണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ. പാണിയെ, ഒരു സ്ത്രീയുടെ കൈ ആര് പിടിക്കുന്നുവോ അയാൾ ആ സ്ത്രീയുടെ ഭർത്താവുന്നു എന്നുള്ളതാണ് പാണിഗ്രഹണം. ഇവിടെ താലികെട്ടിന് മുമ്പ് ആ വധുവിന്റെ ഓഫീസിലുള്ള സകലമാന ആൾക്കാരും വന്ന് ഹാൻഡ് ഷേക്ക്, പാണിഗ്രഹണം നടത്തിയിട്ട് പോവുകയാണ്. അപ്പൊ എത്ര ഭർത്താക്കന്മാരായി? ഇവിടെ ശാസ്ത്രങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് സപ്തപതിയാണ്. ആ ഹോമകുണ്ടത്തിന് ചുറ്റും അല്ലെങ്കിൽ നിലവിളക്കിന് ചുറ്റും വരൻ വധുവിന്റെ കൈ പിടിച്ചുകൊണ്ട് 7 അടി 7 ചുവട് നടക്കണം എന്നാണ് സപ്തപതി. താലികെട്ടൊക്കെ പിന്നീട് വന്ന ലൗകികമായ ചടങ്ങുകളാണ്. പാണിഗ്രഹണവും സപ്തപതിയും അതാണ് വിവാഹത്തെ പൂർത്തിയാക്കുന്ന ചടങ്ങുകൾ. ഇത് എവിടെ പോയാലും ഷേക്കനാണ്. ഈ സ്ത്രീ പുരുഷ വ്യത്യാസമേ ഇല്ല. പണ്ടൊക്കെ സ്ത്രീകൾക്ക് ഒരു അറപ്പുണ്ടായിരുന്നു. ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ മനസ്സിലായിക്കൊള്ളണം അവർക്ക് അത് ഇഷ്ടമല്ല, ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന്. ഇതിപ്പോ അതൊരു ഫാഷനായി പോയി. തൊഴുക എന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഒരാളെ കണ്ട കൈയെടുത്ത് തൊഴുക, അഞ്ജലി സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തന്നെ നഷ്ടമായി. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സലാമൊക്കെയാണ് വയ്ക്കുന്നത് പലരും കണ്ടു കഴിഞ്ഞാൽ. അതിങ്ങനെയാണ് ഗുഡ് മോർണിംഗ്. അപ്പൊ കടാക്ഷം ആദ്യത്തെ ആന്തരദീക്ഷ, ഭാവന. ആചാര്യൻ നന്നായി വരട്ടെ എന്ന് ആശീർവദിച്ചാൽ ഈ വധൂവരന്മാർ മുതിർന്നവരെ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഒരാൾ നമ്മുടെ കാൽക്കൽ വീണ് വണങ്ങിയാൽ എത്ര ദുഷ്ടനായാലും അയാൾ
അനുഗ്രഹിക്കുകയും ചെയ്യും. അയാൾ എത്ര താൻ തോന്നിയോ കൊള്ളരുതാത്തവനോ ദുർമാർഗിയോ ആയിക്കൊള്ളട്ടെ, തൻ്റെ കാലിൽ ഒരാൾ വീണ് വണങ്ങിയാൽ നന്നായി വരും, നന്നായി വരട്ടെ, സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, സന്മംഗളങ്ങളെല്ലാം ഭവിക്കട്ടെ എന്ന് പറയാനേ തോന്നൂ. അപ്പോ സാത്വികനായ ഒരാൾ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? അനുഗ്രഹം എന്നല്ല, നമ്മൾ അതിന് ആശീർവാദം എന്നാണ് പറയുന്നത്. ഈശ്വരൻ നൽകുന്നത് അനുഗ്രഹവും മുതിർന്നവർ ആചാര്യൻ തുടങ്ങിയവരൊക്കെ ചെയ്യുന്നത് ഗുരുവിൻ്റെയും അനുഗ്രഹം എന്ന് പറയാം. ഗുരുവിനും ഈശ്വരനും അനുഗ്രഹം എന്നുള്ള വാക്ക് ചേരും. മറ്റുള്ളവർ മുതിർന്നവർ മാതാപിതാക്കൾ അവരുടെ ആശീർവാദം എന്നാണ് പറയുന്നത്. ആശി എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളത്തെ വധിക്കുക, പറയുക, നന്നായി വരൂ എന്ന് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് വധിക്കണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ ഈ ഭാവന രണ്ടാമത്തെ ദീക്ഷയാണ്, ആന്തരദീക്ഷ. ഇനി മൂന്നാമത്തതും അവസാനത്തതുമായ ആന്തരദീക്ഷ ഏതാണ്? യോഗം. മനസ്സുകൊണ്ട് ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. ഒരു തരത്തിലുള്ള ടെലിപ്പതി എന്ന് വിചാരിച്ചോളൂ. മാനസിക ബന്ധം, ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം. ശിഷ്യ മനസ്സിനെ ആചാര്യനും അറിയും, ആചാര്യ മനസ്സിനെ ശിഷ്യനും അറിയും. ഇവർക്ക് തമ്മിൽ ഒരു ലിങ്ക്, ഒരു കണ്ണി, അദൃശ്യമായ കണ്ണി ഇവരുടെ ഇടയിൽ രൂപപ്പെടും. അതൊക്കെയാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അഷ്ടാംഗ യോഗമല്ല. അങ്ങനെ 3 ആന്തരദീക്ഷകൾ. ഇനി 3 ബാഹ്യദീക്ഷകൾ. എന്താണ്? സ്പർശം, വാക്ക്, ശാസ്ത്രം. സ്പർശം എന്ന് പറഞ്ഞാൽ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക, സ്പർശിച്ച് അനുഗ്രഹിക്കുക. ചിലര് പാദം കൊണ്ട് തലയിൽ, ആചാര്യൻ ശിഷ്യന്റെ തലയിൽ ശിരസിൽ പാദം കൊണ്ട് അനുഗ്രഹിക്കാറുണ്ട്. സ്വാമി ശിവാനന്ദയുടെ ഒക്കെ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാള് ഇങ്ങനെ നമസ്കരിച്ചിരിക്കും. ആ ശിവാനന്ദ സ്വാമികളുടെ പാദം ആ ശിഷ്യന്റെ തലയിൽ ഇല്ലേ? അങ്ങനെയില്ലേ? കണ്ടിട്ടില്ലേ? ഏതൊരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാലുകൊണ്ട്, കരം കൊണ്ടോ ചരണം കൊണ്ടോ ശിഷ്യന്റെ ശിരസിൽ സ്പർശിക്കുന്നതിനെയാണ് സ്പർശം. അത് വേറൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ബാഹ്യദീക്ഷ എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ബാഹ്യദീക്ഷ എന്താണ്? വാക്ക്, ഉപദേശിക്കുക. നീ ഏത് മാർഗത്തിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എന്ത് സാധനയാണ് നീ അനുഷ്ഠിക്കേണ്ടത്, അങ്ങനെയുള്ള ആ ശബ്ദത്തിന്റെ സഹായത്തോടു കൂടി ശിഷ്യനെ ഉപദേശിക്കുന്നതാണ് വാക്ക്. ഇനി മൂന്നാമത്തതോ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം. നമ്മൾ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി കഠോപനിഷത്ത് വായിക്കൂ കേട്ടോ, മനസ്സിന് നല്ല തെളിച്ചം കിട്ടും. അതെന്താ ആചാര്യൻ ഈ ശിഷ്യനോട് കഠോപനിഷത്ത് വായിക്കാൻ പറഞ്ഞത്? വേറൊരു ശിഷ്യൻ വരുമ്പോൾ പറയും ഭഗവത്ഗീത വായിക്കൂ, ഇല്ലെങ്കിൽ ഭാഗവതം വായിക്കൂ. എന്തുകൊണ്ടാ ഇത് ആചാര്യൻ എന്തുകൊണ്ടാ അങ്ങനെ നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതാത് ജീവന്റെ പക്വതയ്ക്കനുസരിച്ച് ഓരോരോ ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകളോ അതുപോലെ മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളോ മറ്റു കൃതികളോ അതൊക്കെ വായിക്കാൻ പറയും. അത് ആ ശിഷ്യന് പ്രയോജനപ്പെടുകയും ചെയ്യും. അതായത് ഒരു തരത്തിലുള്ള മാർഗനിർദ്ദേശമാണ്. അതിനെയാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ആന്തരദീക്ഷകളും 3 ബാഹ്യദീക്ഷകളും 6 വിധി വൈത്ത 6 വിധികൾ. അതിനെ നമുക്ക് 6 ദീക്ഷ എന്നും പറയാം. ഇവിടെ തീക്കൈ എന്നാണ് പറയുന്നത്. 6 വിധി വൈത്ത തീക്കയാം. 6 തരത്തിലുള്ള ദീക്ഷയാണ് ഒരു ആചാര്യൻ ശിഷ്യന് നൽകുന്നത്. 6 നൽകണമെന്നില്ല, ഏതെങ്കിലും 1 കിട്ടിയാലും മതി. 1 കൂടുതൽ കിട്ടിയാൽ മഹാഭാഗ്യം. കടാക്ഷവും കിട്ടി, സ്പർശവും കിട്ടി, അല്ലെങ്കിൽ വാക്കും കിട്ടി. 1 കൂടുതൽ ദീക്ഷ കിട്ടിയാൽ വളരെ വിശേഷമായി. കുറഞ്ഞ പക്ഷം ഒരെണ്ണമെങ്കിലും കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. അതാണ് ദീക്ഷ. ഇങ്ങനെയാണ് ആചാര്യന്മാർ ദീക്ഷ നൽകുന്നത്. മനസ്സിലാക്കിക്കോളൂ, ചിന്തിച്ചോളൂ. എണ്ണുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, വിചാരിക്കുക. ഗുരുവിനെ സമീപിക്കുമ്പോഴുള്ള മാർഗം എന്താ? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇതാണ് കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശം. എന്ത്? ഗുരുവിനെ എങ്ങനെ സമീപിക്കണം. അതെ, അങ്ങ് നാളെ ഒരു 4-ന് 5-ന് ഇടയ്ക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം. എനിക്ക് ഈ അധ്യാത്മശാസ്ത്രത്തിൽ ചില സംശയങ്ങളുണ്ട്. 5 മണി കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകും. 4 മണിക്കേ വീട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ 4-ന് 5-ന് ഇടയ്ക്ക് ഒന്ന് വരണം. ആചാര്യനെ വിളിക്കുകയാണ്. പലരും ഇപ്പോഴും ഈ ട്യൂഷൻ മാസ്റ്റർ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ സാറ് വീട്ടിൽ ഒരു സമയത്ത് വരും, നമ്മൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കും. ഇപ്പോൾ വിദ്യാർത്ഥികളാണ്, കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളാണ് പറയുന്നത്, അവന് സ്കൂൾ വിട്ട് വരുമ്പോൾ 4-4:30 ആവും,
അത് കഴിഞ്ഞ് 1 മണിക്കൂർ അവന് അസൈൻമെന്റോ അല്ലെങ്കിൽ ഹോംവർക്കോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സാറൊരു കാര്യം ചെയ്ത് 7 മണിക്ക് വരാൻ പറ്റുമോ? രാത്രി വയസ്സായ ആളായിരിക്കും, നേരെ കണ്ണും കൂടെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് തിരിച്ചു പോകണ്ടേ? ഇപ്പൊ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനനുസരിച്ചാണ് അധ്യാപകന്മാരും ആചാര്യന്മാരും ഒക്കെ പഠിപ്പിക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നത്. ഗതികേടാണ്. ഇവിടെ ഗുരുവിനെ സമീപിക്കേണ്ട വിധി എന്താണെന്ന് ചോദിച്ചാൽ, ആചാര്യനെ പല പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം എന്നാണ്. അമ്പലത്തിൽ നമ്മൾ വലം വയ്ക്കാറില്ലേ? ഒരു മൂർത്തി നടുക്കാണ്. ആ മൂർത്തി എപ്പോഴും നമ്മുടെ ദക്ഷിണ ഭാഗത്തായിരിക്കും. ദക്ഷിണം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ദക്ഷിണയല്ല, ദക്ഷിണം. ദക്ഷിണം എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. തെക്ക്, ദക്ഷിണേന്ത്യ, തെക്കേ ഇന്ത്യ, സദേൺ ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നർത്ഥം. വേറൊരർത്ഥമുള്ളത് ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത് എന്നാണ്. ദക്ഷിണഹസ്തം എന്ന് പറഞ്ഞാൽ വലം കൈ, റൈറ്റ് ഹാൻഡ്, അതാണ് ദക്ഷിണഹസ്തം. ഇപ്പൊ ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഈ മൂർത്തിയെ എപ്പോഴും നമ്മുടെ വലതുവശത്താക്കിക്കൊണ്ട് ചുറ്റി വരിക എന്നർത്ഥം. തിരിച്ചും ചുറ്റാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടതുവശത്തായി പോകും മൂർത്തി, ആ വിഗ്രഹം. അപ്പോൾ മൂർത്തിയെ എപ്പോഴും നമ്മുടെ വലതുവശത്താക്കിക്കൊണ്ട് ചുറ്റുന്നതിനെയാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. ആചാര്യനെ പലവട്ടം വലം വയ്ക്കണം, പ്രദക്ഷിണം ചെയ്യണം. എന്നിട്ടെന്താ? സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. സ്ത്രീകൾക്ക് ആ വിധി ബാധകമല്ല, പുരുഷന്മാർക്കാണ് ഈ സാഷ്ടാംഗ പ്രണാമം. ശരീരത്തിലെ 8 അംഗങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കണം. നെറ്റി, മൂക്ക്, നെഞ്ച്, കാല്, ഇങ്ങനെ ഒരു 8 അംഗമുണ്ട്. നോക്കി പറഞ്ഞു തരാം. കയ്യ്, ദൃഷ്ടി നാളെ പറഞ്ഞുതരാം. നാളേക്ക് ഒന്ന് എഴുതി താക്കോ, നാളെ ചൊല്ല. ആ 8 അംഗങ്ങൾ, 8 അംഗങ്ങൾ, അതിൽ 1 അംഗം മനസ്സാണ്, സൂക്ഷ്മമായ അംഗമാണ്. പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോ കണ്ണ് പാദത്തിന് നോക്കണം എന്നാണ്, കണ്ണുകൊണ്ട് നമിക്കണം എന്നാണ്. ഉരസ മനസ ബുദ്ധിയ, ബുദ്ധി കൊണ്ട് നമസ്കരിക്കണം എന്നാണ്. അതായത് എല്ലാ രീതിയിലുമുള്ള ഒരു നമസ്കാരമാണ്. ശിരസ് കൊണ്ട്, വചസ വാക്കുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമസ്കരിക്കാൻ. പദ്ഭ്യാം 2 കാല്, പദ്ഭ്യാം പദാഭ്യാം 2 ചെവി, ഇങ്ങനെയും ചെവി തറയിൽ സ്പർശിക്കുന്ന രീതിയിൽ. ഒന്നുകൂടെ ചൊല്ലുമ്പോ ഉരസ പദ്ഭ്യാം കരാഭ്യാം കർണാഭ്യാം. പാദങ്ങൾ, കരങ്ങൾ, 2 ചെവികൾ. ഈ ചെവി കൊണ്ട് എങ്ങനെയാ നമസ്കരിക്കുക? അതാ ഇങ്ങനെ ഇടത് ചെവി പാദത്തിൽ മുട്ടിക്കുക, വലത് ചെവി അതുപോലെ പാദത്തിൽ മുട്ടിക്കുക. ഇങ്ങനെ 8 അംഗങ്ങൾ തറയിൽ സ്പർശിക്കുന്ന, അല്ലെങ്കിൽ ആചാര്യന്റെ പാദങ്ങളിൽ 8 അംഗം സ്പർശിക്കാൻ പറ്റില്ല. അങ്ങനെ വീണ് വണങ്ങുന്നതാണ് സാഷ്ടാംഗ പ്രണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മറ്റു രീതിയിൽ എന്തെങ്കിലും ആരാധന ഉണ്ടെങ്കിൽ അതും ചെയ്യണം എന്നാണ്. ഗുരുവിന്റെ പാദങ്ങൾ കഴുകുക, ആ പാദങ്ങളെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുക, അതിൽ ചന്ദനം, കുങ്കുമം തുടങ്ങിയവ തൊടുക. നെറ്റിയിലല്ലേ നമ്മൾ ചന്ദനവും കുങ്കുമം ഒക്കെ തൊടുന്നത്? പാദം എന്ന് പറയുന്നത് നെറ്റിയേക്കാളും വിശേഷമാണ്. ഭഗവാന്റെ പാദാരവിന്ദം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നെറ്റിയോ കണ്ണുകളെയോ ആരാധിക്കാനല്ല നമ്മുടെ ശാസ്ത്രം പറയുന്നത്. പാദങ്ങൾ, പാദകമലം, പാദാരവിന്ദം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. അങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആരാധന ഉണ്ടെങ്കിൽ അതും ചെയ്ത്, എന്നിട്ട് എണീറ്റ് നിൽക്കണം. 2 കൈയും കൂപ്പി വേണം ആചാര്യന്റെ മുമ്പിൽ നിൽക്കാൻ. ഇനി ആചാര്യനെ വാക്കുകൊണ്ട് സ്തുതിക്കണം. ഗുരുസ്തുതി. അതെങ്ങനെ സ്തുതിക്കണം? കണ്ണിലൂടെ ധാരധാരയായി കണ്ണീർ വാർത്തുകൊണ്ട് സ്തുതിക്കണം. അതൊക്കെ എന്താ? ഗുരുവിനോടുള്ള ഭക്തി. അതിനുവേണ്ടി കണ്ണിൽ 2 തുള്ളി ഗ്ലിസറിന് ഒഴിച്ചോണ്ട് പോരുത്. കണ്ണിക്കൂടെ ധാരധാരയായ അശ്രുക്കൾ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഹൃദയം ഉരുകി കണ്ണിലൂടെ വരികയാണ് വേണ്ടത്. ഈ ഹൃദയം ഉരുകുവോ? മാംസമയമായ ഒരു അവയവമല്ലേ ഹൃദയം ഉരുകും. ഹൃദയം ഉരുകുമ്പോഴാണ് കണ്ണിലൂടെ വെള്ളം വരുന്നത്. ദുഃഖം കൊണ്ട് മനുഷ്യൻ കരയാറുണ്ട്. ഇത് അതല്ല. ആദരവ് കൊണ്ട്, ഭക്തി കൊണ്ട്, പ്രേമം കൊണ്ട്, ബഹുമാനം കൊണ്ട് കണ്ണിലൂടെ അശ്രുക്കൾ ധാരധാരയായി പ്രവഹിക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു ആചാര്യനെ ചെന്ന് നമിക്കേണ്ടത്, അദ്ദേഹത്തെ ആരാധിക്കേണ്ടത്. ഇനി അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിക്കാം. ഗുരുവിനെ അന്വേഷിച്ചു പോകുന്ന അതിപക്വന്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന ആഗ്രഹം തന്നെ രൂപമെടുത്ത് വെളിയിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ
അവന്റെ ആഗ്രഹം ഉടൻ സഫലമാകത്തക്കവണ്ണം ഗുരു അവന് താമസമന്യേ പ്രത്യക്ഷനാകുന്നതാണ്. ഉള്ളിലുള്ള മോക്ഷ തൃഷ്ണ, മോക്ഷേച്ഛ തീവ്രമാകുമ്പോ ആചാര്യൻ മുമ്പിലെത്തി ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ഉപദേശിക്കുന്നു. അതാണ് ആ തീവ്രമായ മോക്ഷേച്ഛ തന്നെ ഗുരുരൂപം എടുത്ത്. ഈ ആഗ്രഹം എങ്ങനെയാ ഗുരുവിന്റെ രൂപം എടുക്കുന്നത്? പ്രപഞ്ചം മുഴുവൻ സങ്കല്പമയമാണല്ലോ, മനോമയമാണ് ഈ പ്രപഞ്ചം എന്നാണ്. നാം എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നുവോ അതെല്ലാം മനസ്സിലൂടെയാണ്, സങ്കല്പത്തിലൂടെയാണ്. അപ്പോൾ ഒരു തീവ്രമായ ആഗ്രഹം, എനിക്ക് സത്യം സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു കൊതി, തൃഷ്ണ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായി പ്രകൃതി പ്രവർത്തിക്കും. ഈ പ്രകൃതി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? പ്രകൃതിയുടെ നിയന്താവായ ഈശ്വരനിലൂടെ. ആ ഈശ്വരൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. ആചാര്യന് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഈ അധ്യാത്മ രംഗത്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പ്രവചിക്കാനേ സാധ്യമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല സംഭവങ്ങളും അധ്യാത്മതലത്തിൽ നടക്കുന്നത്. സദ്ഗുരുവിനെ ദർശിച്ച ഉടൻ തന്നെ ഭക്ത്യാദര സമന്വിതം അദ്ദേഹത്തെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അഞ്ജലി പൂണ്ട് വിനയാനതനായി തീർന്ന്, വിനയം കൊണ്ട് നടുവളയണം എന്നാണ്, താണ് വീണ് വണങ്ങണം എന്നാണ്. തെരുതെര വീണു വണങ്ങി ഓതിടേണം. ആത്മോപദേശ ശതകത്തിലെ 1-ാമത്തെ പദ്യമാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെ വിനയാനതനായി തീർന്ന്, വിനയം കൊണ്ട് നട്ടല് വളഞ്ഞവൻ. ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിവർന്നു നിൽക്കരുത്, അത് വിനയത്തിന്റെ ലക്ഷണമല്ല. ഒന്ന് കുനിയാവല്ലോ, ചിലർക്ക് നടുവേദന ഉള്ളവരായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളിലാണ് ആ വിനയം വേണ്ടത്. പക്ഷെ അത് നമുക്ക് ശരീര അവയവങ്ങളിലൂടെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. വിനയാനതനായി നിന്ന് തന്റെ ആഗ്രഹത്തെ തിരുമേനി സമക്ഷം ആ അതിപക്വൻ അറിയിക്കുന്നു. പരമഗുരു അവന്റെ പക്വാവസ്ഥ മനസ്സിലാക്കി അവനെ സ്നേഹവും കരുണയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് വേദാനുസാരമായ ദീക്ഷ അവനിൽ പ്രയോഗിക്കുന്നു. അകമെന്നും പുറമെന്നുമുള്ള 2 തരത്തിലാണ് ദീക്ഷാ സമ്പ്രദായം. തിരുനോട്ടം, അതാണ് കടാക്ഷം. തിരുനോട്ടം, ഭാവന, യോഗം, ഈ 3ഉം അകം ദീക്ഷയും. സ്പർശം, വാക്ക്, ഗ്രന്ഥം, ഈ 3ഉം പുറം ദീക്ഷയുമാകുന്നു. ആന്തരദീക്ഷയും ബാഹ്യദീക്ഷയും. ഈ വക 6 ദീക്ഷയും സദ്ഗുരു ശിഷ്യനിൽ കാലാനുസരണം പ്രയോഗിച്ച് എപ്പോൾ നമുക്കത് ആവശ്യമുണ്ടോ, എന്ത് ദീക്ഷ ആവശ്യമുണ്ടോ ആ സമയത്ത് ആ ദീക്ഷ നൽകി അവനിൽ ജ്ഞാനമുളവാക്കി അവനെ മുക്തനാക്കി ചെയ്യുന്നു. മുക്തനാക്കി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുക്തനാക്കി തീർക്കുന്നു എന്നർത്ഥം. അടുത്ത പദ്യം വായിക്കാം. പരിശിത്തും ചിന്തിത്തും പാർത്തു മലമായൈ കരുമത്തെയെല്ലാം കഴറ്റി ശരിയാതി വാദനയാം പോത മയക്കത്തെ വാക്കാലേ പോതൈ ചെയ്ത് പോക്കിവിട പോം. എങ്ങനെയാണ് ഈ വാസനാനാശം സംഭവിക്കുന്നത് എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. വാസനാനാശം സംഭവിക്കാതെ മോക്ഷം സാധ്യമല്ല. നമ്മുടെ ഉള്ളിലുള്ള നല്ലതും ചീത്തയുമായ എല്ലാ വാസനകളും നഷ്ടമാണ്. ദുർവാസനകളെ സദ്വാസനകൾ കൊണ്ടാണ് നാം നേരിടേണ്ടത്. അവസാനം സദ്വാസനയെയും വിടണം. ബ്രഹ്മത്തിൽ വാസനയ്ക്ക് സ്ഥാനമില്ല, നിർമ്മലമായ സത്യമാണ്. ബ്രഹ്മത്തിൽ ഒരു തരത്തിലുള്ള സദ്വാസനയ്ക്കും സാധ്യതയില്ല. അത് വാസനാമുക്തമായ സത്യമാണ്. നമ്മൾ വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്ക് നോ ബിൽസ്, പരസ്യം പതിക്കരുത് എന്ന് ബോർഡ് വെക്കാറുണ്ടല്ലോ. ശരിക്കും ഈ പരസ്യം പതിക്കരുത് എന്ന് എഴുതി വെക്കുന്നത് തന്നെ ഒരു പരസ്യമല്ലേ? നല്ല പോലെ പെയിന്റ് അടിച്ചിട്ട് അതിൽ ഈ സ്റ്റിക്ക് നോ ബിൽസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടല്ലേ? പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ വന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോകാതിരിക്കാൻ. അതുകൊണ്ട് ഈ ഒരു സ്റ്റിക്ക് നോ ബിൽസ് അവിടെ ഇരുന്നോട്ടെ. ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് നോട്ടീസുകളും മറ്റ് പതിപ്പുകളും ഒന്നും അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കില്ല. പക്ഷേ ശുദ്ധമായ ആ പെയിന്റ് അടിച്ച ചുവരിൽ സ്റ്റിക്ക് നോ ബിൽസ് കളങ്കമാണ്. ആണോ അല്ലയോ? എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാ ആ സ്റ്റിക്ക് നോ ബിൽസ് എഴുതി ഒട്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റുള്ള പരസ്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ. ഇതുപോലെ മറ്റ് ദുർവാസനകളൊക്കെ നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് മലീമസമാക്കി തീർക്കാതിരിക്കാൻ വേണ്ടി സദ്വാസനയെ അംഗീകരിക്കൂ. പക്ഷേ ഈ സദ്വാസന ബ്രഹ്മത്തിന്റെ
നൈർമല്യം അല്ലെങ്കിൽ ശുദ്ധി അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ സദ്വാസനയും അഴുക്കാണ്. സ്റ്റിഗ്നോബിൽസ് പോലെ. ബ്രഹ്മം എന്ന് പറയുന്നത് സ്റ്റിഗ്നോബിൽസ് പോലും ഒട്ടിക്കാത്ത ചുവര് പോലെയാണ്. ഒന്നുമില്ല, നിർമ്മലം. അതിലാരും പരസ്യം ഒട്ടിക്കുമെന്നുള്ള പേടിയും വേണ്ട. അതിസൂക്ഷ്മമായ വസ്തുവിൽ എന്തൊട്ടാൻ? വാസനയെ ഗുരു എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഗുരുവിന്റെ ഉള്ളിലുള്ള വാസനയല്ല, ശിഷ്യന്റെ ഉള്ളിലുള്ള ആ വാസനയെ എങ്ങനെ നിർമാർജനം ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. പരിശിത്തും ചിന്തിത്തും പാർത്തും 3 തരമാണ്. പരിശിത്തും എന്ന് പറഞ്ഞാൽ സ്പർശിച്ചും. അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തമിഴുമായിട്ട് ബന്ധപ്പെട്ട മലയാള വാക്ക് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. പരിശമണി, സ്പർശമണി, അതാണ് പരിശമണി എന്ന് പറയുന്നത്. പരിശുദ്ധം എന്ന് പറഞ്ഞാൽ സ്പർശിച്ചും, ചിന്തിത്തും ശിഷ്യനെ ഉള്ളുകൊണ്ട് അനുഗ്രഹിച്ചും. ഒരു ഗുരുവിന്റെ ചിന്താവിഷയമാകുന്നു ഒരു ശിഷ്യനെങ്കിൽ അതിൽ പരം ഭാഗ്യമുണ്ട്. ഞാൻ പലപ്പോഴും ബാലകൃഷ്ണ സാറിന്റെ വീട്ടിൽ പോകുമ്പോൾ, ആ രമേശേ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ എന്റെ പേര് സാർ ഓർമ്മിച്ചു വെക്കുന്നു. ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? അദ്ദേഹത്തിന്റെ പരിഗണനയിൽ നമ്മുടെ നാമവും ഉൾപ്പെടുന്നുണ്ട്. എത്രയോ പേര് ഓർമ്മ വരുന്നില്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പേരെന്താ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. നമ്മോട് അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ നമ്മുടെ പേര് പതിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമല്ലേ? മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുന്നോ ഇല്ലയോ, നമ്മുടെ പേര് മറക്കുന്നോ ഇല്ലയോ, നമ്മുടെ ആചാര്യന്റെ ഗണനാവിഷയമാണ് നമ്മുടെ നാമധേയം എന്ന് വരികിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോ ഗുരു സ്പർശദീക്ഷ കൊടുക്കാറുണ്ട്, മാനസദീക്ഷ, അതാണ് ചിന്തിത്തും. ശിഷ്യനെ കുറിച്ച് ഞാൻ ഇന്നലെയും രമേശിന്റെ കാര്യം ആലോചിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മെ സാറ് ഓർക്കാൻ മാത്രം നമ്മിൽ എന്ത് മഹത്വമാണുള്ളത്? എന്നെ കുറിച്ച് സാർ ഓർമ്മിച്ചു, എന്തൊരു ഏർപ്പാടാണിത്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നമുക്കൊരു വിശിഷ്ട സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ആ പേര് മറക്കാത്തതും നമ്മെ ഓർമ്മിക്കുന്നതും. അതാണ് ചിന്തിത്തും പാർത്തും വീക്ഷിച്ചും നോക്കിയും വാസനകളെ നശിപ്പിക്കുന്നു. ഈ 3 ക്രിയകൾ എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിച്ചു? സ്പർശിച്ചും ചിന്തിച്ചും നോക്കിയും. സ്പർശിച്ച് മുട്ടകളെ വിരിയിക്കുന്നവയാണ് പക്ഷികൾ. അടയിരിക്കുക എന്ന് പറയും. ചില പാമ്പുകളും അടയിരിക്കാറുണ്ട്. ചില പാമ്പുകളല്ല, എല്ലാ പാമ്പുകളും അടയിരിക്കാറുണ്ട്. പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്. അണലി മാത്രമേ മുട്ടയിടാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ചിലരെ കണ്ട അവ അണലിയുടെ കുഞ്ഞാണെന്ന് പറയും. കാരണം ബാക്കി പാമ്പിന്റെ വർഗത്തിലുള്ളതെല്ലാം മുട്ടയാണ് ഇടുന്നത്, ഇത് മാത്രമാണ് പ്രസവിക്കുന്നത്. അപ്പൊ സ്പർശിച്ചും എന്ന് പറഞ്ഞാൽ പക്ഷി അതിട്ട മുട്ടകളെ തൻ്റെ ശരീരത്തോടുകൂടെ ചേർത്ത് ആ ശരീരത്തിന്റെ അധോഭാഗത്ത് വെച്ച് ചിറകുകൾ കൊണ്ട് മൂടി അതിന് വേണ്ട ചൂട് നൽകിയാണ് ആ മുട്ട വിരിയിക്കുന്നത്. അതുപോലെ ഇവിടെ ശിഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. എങ്ങനെ? വാസനകളെ ഇല്ലായ്മ ചെയ്യുന്നത് വഴി. അതാണ് ആ സ്പർശിക്കുക എന്നുള്ള ഒരു ഉദാഹരണത്തെ കൊണ്ടുവന്നത്. ഇനി ചിന്തിച്ച് മുട്ട വിരിയിക്കുന്ന ഒരു ജീവിയുണ്ട്, പറയാമോ? ആമ. കടലാമ കടൽ തീരത്ത് വന്ന് ആ മണ്ണ് മാന്തി അവിടെ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അതിന്റെ ആ തുഴ പോലെയുള്ള, അതിന് കൈയും കാലും ഒന്നുമില്ല, വെള്ളത്തിൽ തുഴയാനുള്ള ഒരു അവയവങ്ങൾ, ചിറക് പോലെയുള്ള അവയവങ്ങളാണ്. അതുകൊണ്ട് ഈ മണ്ണ് കോരി ആ കുഴി മൂടും. എന്നിട്ട് അത് കടലിലേക്ക് പോകും, പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ കടലിലേക്ക് പോയ ആ ആമയുടെ മനസ്സ് മുഴുവൻ ഈ മുട്ടയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. അതിൽ നിന്ന് ആ കുഞ്ഞ് ഭദ്രമായി പുറത്തു വരണം. പുറത്തു വന്ന ഈ ആമക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരിക്കൽ ഏതോ ഒരു ഡിസ്കവറിയിലോ ഇതിലോ ഒരു ചാനലിൽ കാണിച്ചു. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ആമക്കുഞ്ഞുങ്ങൾ, അവയ്ക്ക് വ്യക്തമായ ദിശാബോധമുണ്ട്. കടലിലേക്കാണ് പോകുന്നത്, കടലിന്റെ എതിർ ദിശയിലേക്ക് അവ പോയില്ല. ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ആ ഊഷ്മ വ്യത്യാസം കൊണ്ടാണ്, ടെമ്പറേച്ചർ ഡിഫറൻസ്. അതുകൊണ്ടാണ് ആ ഒരു സെൻസ് ചെയ്തിട്ടാണ് അത് കടലിന്റെ ഇന്ന വശത്താണ് കടൽ എന്ന് മനസ്സിലാക്കി പോകുന്നത് എന്നാണ്. എന്തോ സെൻസ് ചെയ്യാനുള്ള ഒരു ശക്തി ഈശ്വരൻ ആ ആമക്കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അതിനെ നിഷേധിക്കാൻ പറ്റുമോ? മനുഷ്യ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ ശക്തിയില്ല. മനുഷ്യക്കുഞ്ഞ് അതുപോലെ ഈ പശുവിന്റെ കിടാവുന്നു. പശുവിന്റെ കിടാവ് ആദ്യമായിട്ട് ഭൂമിയിൽ അത് പെറ്റു വീഴുകയാണ് ചെയ്യുന്നത്. അതിന് എങ്ങനെ അറിയാം ഈ അകിടില് തന്റെ ആഹാരം ഉണ്ട് എന്നുള്ള കാര്യം? കൃത്യമായിട്ട് ആ അകിടില് വാ കൊണ്ട് വെച്ച് പാല് കുടിക്കുന്നുണ്ടല്ലോ. കണ്ട മനസ്സിലാവും. കണ്ടിട്ടല്ല, വാസനയാണെന്നേത്. എത്ര പ്രാവശ്യം ജനിച്ചു, എത്രമാത്രം മുല കുടിച്ചു, ഏതൊക്കെ ജീവികളുടെ ഗർഭപാത്രത്തിലാണ് നാം കഴിഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ ആരും പറഞ്ഞ
മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ളതാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ളതുപോലെ മനുഷ്യൻ. പിന്നെ മനുഷ്യക്കുഞ്ഞ് കരയത്തേ ഉള്ളൂ. അപ്പോഴായിരിക്കും ഫീഡിങ് ബോട്ടിൽ എടുത്ത് അതിന്റെ വാക്കകത്ത് തിരിയും. ചോദിച്ചാൽ എന്തെന്ന് പറയാമോ? സൗന്ദര്യം കുറഞ്ഞു പോകും. ഒരു കാര്യം ചെയ്യും, എന്തിനാ കല്യാണം കഴിച്ചത്, എന്തിനാ ഗർഭിണിയായത്? ഞാൻ പരുഷമായി സംസാരിക്കുന്നു എന്ന് മാത്രം വിചാരിക്കരുത്. ഇവൻ നിർദ്ദയമായിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് മാത്രം എന്നോട് പറയരുത്. സൗന്ദര്യം നഷ്ടമാകും എന്നുള്ളത് കൊണ്ട് മുലയൂട്ടാത്ത സ്ത്രീ എന്തിന് കല്യാണം കഴിച്ചു, എന്തിന് ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു? ഇതാണ് ചോദ്യം. കുട്ടിക്ക് ജന്മസിദ്ധമായ ആഹാരം എന്ന് പറയുന്നത് മുലപ്പാലാണ്. അത് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ആ കുഞ്ഞിനോട് വേറെ എന്ത് ദ്രോഹമാണ് പ്രവർത്തിക്കാനുള്ളത്? അല്ല, അത് മറ്റേ കുപ്പിപ്പാല് കുടിച്ചാലേ അത് വളർന്നോളും. അതിപ്പോ എന്താ അതിന്റെ വാക്യത്തിട്ടാലേ അത് നിന്നോണ്ട് പാവം ജീവിച്ചോളും. പക്ഷെ ആ വളർച്ചയുടെ ആരംഭ ദശയിൽ ആ കുഞ്ഞിന് കിട്ടേണ്ടുന്ന പോഷണം മുലപ്പാലിലാണുള്ളത്. അപ്പൊ അതിന് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ആമക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കടലിലേക്ക് പോകുന്നു. പക്ഷെ ആ മുട്ടകളെ ഇട്ടതിന് ശേഷം ഈ ആമ കടലിലേക്ക് മടങ്ങിപ്പോയി അതിനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആ സങ്കല്പ ശക്തി കൊണ്ടാണ് ഈ മുട്ടകൾ വിരിയുന്നത് എന്നാണ്. അതിൽ എത്രത്തോളം ശാസ്ത്രീയതയുണ്ട് എന്നെനിക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ അധ്യാത്മ ശാസ്ത്രത്തിൽ പറയുന്ന ഉദാഹരണങ്ങളാണ്. അതുപോലെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കും. ശങ്കരാചാര്യൻ ഇങ്ങനെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചല്ലോ ആനന്ദഗിരിയെ. ആരാണ് ആനന്ദഗിരി? തോടകാചാര്യൻ. തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ് ഗുരുൻ സന്തതമാനതോസ്മി നമ്മൾ പറയാറില്ലേ ധ്യാന ശ്ലോകത്തില്. ആ തോടകാചാര്യനെ മനസ്സുകൊണ്ട് ആചാര്യൻ അനുഗ്രഹിച്ചു. ഞാൻ പഠിപ്പിച്ചതും പഠിപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ വിദ്യയും നിനക്ക് ഹൃദിസ്ഥമാകട്ടെ. ഹൃദിസ്ഥമായി. തുണി നനച്ചിട്ടുകൊണ്ടിരുന്ന ആളാണ്. തുണി അടിച്ചോണ്ട് കല്ലിലടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആളാണ്. എന്തോ പെട്ടെന്ന് ഉള്ളിലെല്ലാം തെളിഞ്ഞു, എല്ലാ വിദ്യയും ഉള്ളിൽ പ്രകാശിച്ചു. അപ്പോഴാണ് വന്ന് ആചാര്യന്റെ മുമ്പിൽ പാടിയത് എന്ത്? വിദിതാഖില ശാസ്ത്ര സുധാജലധേ മഹിതോപനിഷത് കഥിതാർത്ഥനിധേ ഹൃദയേ കലയേ വിമലം ചരണം ഭവശങ്കരദേശികമേ ശരണം. ഹേ ശങ്കരഗുരു, അങ്ങാണ് എനിക്ക് ശരണം. എനിക്ക് എല്ലാ വിദ്യകളും സ്വന്തമായി കഴിഞ്ഞു. ഞാൻ അങ്ങയുടെ മുഖത്തിൽ നിന്ന് കേട്ടതല്ല. വാസ്തവത്തിൽ ആ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും മണ്ടനായിരുന്നു, മന്ദബുദ്ധിയായിരുന്നു ഈ ആനന്ദഗിരി. അതുകൊണ്ട് മറ്റുള്ള ശിഷ്യന്മാർക്ക് പുച്ഛമായിരുന്നു. അയാള് ഗുരുവിന്റെ വസ്ത്രങ്ങൾ നനയ്ക്കാൻ വേണ്ടി ഗുരു നിർത്തിയേക്കുകയാണ്. അതായത് പഠിത്തമൊന്നുമല്ല, ഒന്നും തലയിൽ കയറില്ല. ഒരു ദിവസം പാവം തുണി നനച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ശിഷ്യന്മാരൊക്കെ മുമ്പിൽ വന്നിരിപ്പായി. ഗുരു പാഠം തുടങ്ങുന്നില്ല. എന്താ ഗുരു തുടങ്ങാം, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ആരെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ സമയം കളയുന്നത് എന്തിനാ? വന്നോളും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ ഗിരി വന്നോളും എന്ന് പറഞ്ഞു. വന്നിട്ടും വിശേഷിച്ച് കാര്യമില്ലല്ലോ എന്നാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പുച്ഛമായിരുന്നു ഈ ഗിരിയോട്. ആ സമയത്ത് ആ ശിഷ്യനെ ആനന്ദഗിരിയെ, പിന്നീടാണ് ആനന്ദഗിരി, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഗിരി എന്നാണ്. സന്യാസമൊക്കെ സ്വീകരിച്ചപ്പോഴാണ് ആനന്ദഗിരി എന്നാക്കിയത്. തോടക വൃത്തത്തിൽ അതിമനോഹരമായ ഈ പദ്യങ്ങൾ രചിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിനെ തോടകാചാര്യൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആമ തന്റെ സങ്കല്പ ശക്തി കൊണ്ടാണ് മണ്ണിനടിയിൽ കിടക്കുന്ന മുട്ടകളെ വിരിയിക്കുന്നത് എന്നാണ്. അതുപോലെ മാനസികമായി ദീക്ഷ നൽകും. നന്നായിരിക്കട്ടെ, ആത്മതത്വം നിന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചത് തന്നെയാണ്. അതൊന്നും സാധ്യമല്ല, അങ്ങനെയൊന്നും നടക്കില്ല എന്നൊന്നും പറയരുത്. 21-ാം നൂറ്റാണ്ടും കമ്പ്യൂട്ടർ, ഇന്റർനെറ്റും ഡീമോണിറ്റൈസേഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള ചില സൂക്ഷ്മ തലങ്ങളും ഉണ്ട്. അത് നമ്മൾ വിസ്മരിക്കരുത്. പാർത്തും നോക്കി മുട്ട വിരിയിക്കുന്നത് മീൻ മുട്ടയിട്ടിട്ട് അതിനിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ പാട്ടിന് പോകും. ആ ദൃഷ്ടി കൊണ്ടാണ് മീനിന്റെ മുട്ട വിരിയുന്നത്. ഇതുപോലെ ആചാര്യൻ ശിഷ്യനെ ദൃഷ്ടിയിലൂടെയും കടാക്ഷിക്കും. അപ്പോ സ്പർശം, ഭാവന, കടാക്ഷം. സ്പർശത്തിനാണ് പക്ഷിയെ ഉദാഹരണമായിട്ട് പറയുന്നത്, പാമ്പുകളെ ഉദാഹരണമായിട്ട് പറയാം. ഭാവന, അതിനാണ് ആമയുടെ ഉദാഹരണം. ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം, അതിനാണ് മീനിന്റെ ഉദാഹരണം. ഇങ്ങനെ ഈ ദീക്ഷകളൊക്കെ കൊടുത്ത് ഇതില് സ്പർശിക്കുന്നു. ഗുരു തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പാദം കൊണ്ട് ശിഷ്യന്റെ ശിരസിൽ സ്പർശിക്കുന്നു. ശിഷ്യന് തന്നെ അറിയില്ല എന്ത് സൗഭാഗ്യമാണ് അദ്ദേഹത്തിലേക്ക് സംക്രമിക്കുന്നത് എന്ന്. ഗുരുവിന്റെ ആത്മശക്തിയാണ് അതിൽ പ്രവഹിക്കുന്നത്. ഇതുപോലെ ഒരു സ്പർശദീക്ഷ നൽകിയല്ലോ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികൾക്ക്. വിവേകാനന്ദ സ്വാമികളല്ല, അന്ന് നരേന്ദ്രനാണ്. തലയിൽ ഇങ്ങനെ കൈവച്ചു.
എല്ലാം പ്രപഞ്ചം മുഴുവൻ തന്നിലേക്ക് വന്ന് ലയിക്കുന്നതായി നരേന്ദ്രന് തോന്നിയെന്നാണ്. അകാരണമായ ഒരു ഭയം ഉള്ളിലുണ്ടായി. നമ്മുടെ പഴയ വിവേകാനന്ദ സ്വാമി ഉണ്ടല്ലോ, അതായത് വിവേകാനന്ദ സ്വാമി ആകുന്നതിന് മുമ്പുള്ള ആ നരേന്ദ്രൻ പറഞ്ഞത് എന്തെന്നറിയാമോ? അപ്പോ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട്, അവരുടെ അടുത്ത് പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. ആത്മാവിനുണ്ടോ അച്ഛനും അമ്മയും? അച്ഛന്റെയും അമ്മയുടെയും ഉള്ളിലിരിക്കുന്നത് താനാണ്. സകല ജീവരാശികളുടെയും ഉള്ളിലിരിക്കുന്നത് ഞാനാകുന്ന ആത്മതത്വമാണ് എന്നല്ലേ സാക്ഷാത്കരിക്കേണ്ടത്. അത് പിന്നീട് സാക്ഷാത്കരിച്ചു. അവസാനം എന്താ വിവേകാനന്ദ സ്വാമികൾ സമാധിക്ക് മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞത്, ആ മുറിയിൽ കയറി കുറച്ച് സമയം ആരും കഥക് തുറക്കരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ട് പറഞ്ഞത് ഇതാണ്. ബാലകൃഷ്ണൻ സാർ എപ്പോഴും പറയും വിവേകാനന്ദ സ്വാമികളുടെ അവസാന വാക്കുകൾ എന്താ? കുഞ്ഞേ, ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ സത്യം തെരുവിലിറങ്ങി പറഞ്ഞു നടക്ക്. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ എന്ന്. നിന്റെ ദൗത്യം അതാണ്. അതുപോലെ പറഞ്ഞു നടന്നില്ലേ? ഇന്ത്യയിൽ മാത്രമാണോ? വിദേശത്തും പോയില്ലേ? ഇത് എന്താണ് ഇവർക്കൊക്കെ അവിടെ ചെന്ന് ഇത് പറയണം എന്ന് തോന്നാൻ കാരണം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പാകതയുള്ള മുമുക്ഷുക്കളുടെ അടുത്ത് ഗുരുവിനെ ഈശ്വരൻ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞില്ലേ? നമുക്ക് പറയാൻ പറ്റുമോ അവിടെയൊന്നും പാകതയുള്ള ജീവന്മാരില്ല എന്ന്? വിദേശങ്ങളിൽ എത്ര എത്ര പേരാണ് രമണ മഹർഷിയെ തേടിയെത്തിയത്? പോൾ ബ്രണ്ടൺ. ഗന്ധം പോലുമില്ല, ആധ്യാത്മികതയുടെ ഗന്ധം പോലുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്ത്യയിൽ വരാനും ഈ മഹർഷിയുടെ അടുത്ത് ചെല്ലാനും ഈ തത്വം ഉൾക്കൊള്ളാനും ഒക്കെ എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ വാസന, പൂർവ സംസ്കാരം, കഴിഞ്ഞ ജന്മങ്ങളിലെ സംസ്കാരം, അത് തന്നെയാണ് കാരണം. അങ്ങനെ പല രീതിയിലും വാസനാനാശം നടത്തിത്തരും ഈ ഗുരുനാഥൻ. പാർത്തും മലം മായൈ കർമ്മത്തെയെല്ലാം കഴറ്റി. മുമ്മലങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ജീവബോധം. ആണവം, കർമ്മം, മായ എല്ലാറ്റിനെയും കഴറ്റി ഊരിക്കളഞ്ഞ്. കഴറ്റുക എന്ന് പറഞ്ഞാൽ ഊരിക്കളയുക. ചട്ടയെ കഴറ്റ് തമിഴ്നാട്ടില് ആരെങ്കിലും പറഞ്ഞാൽ ഉടുപ്പൂരു എന്നാണ് അർത്ഥം. കഴറ്റുക. പഴയ മലയാളത്തിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാം കഴറ്റി ശര്യാദി വാദനയാം. ചര്യ തുടങ്ങിയ വാദന എന്ന് പറഞ്ഞാൽ വാസന. വാദന എന്ന് പറഞ്ഞാൽ വാസന. ചര്യ തുടങ്ങിയവയൊക്കെ വാസനകളാണ്. നമ്മൾ 4 മാർഗം പറഞ്ഞല്ലോ. ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. അതിൽ ജ്ഞാനം ലക്ഷ്യമാണ്, മറ്റു 3 മാർഗങ്ങളാണ്. ചര്യാദി വാസനകൾ എന്നാണ് പറയുന്നത്. ചര്യ, ക്രിയ, യോഗം വാസനയാണെന്ന്. ആ വാസനകളെയെല്ലാം, ആ മാർഗങ്ങളെയെല്ലാം നീക്കി ശരിയായ ജ്ഞാനമാർഗം കാണിച്ചു കൊടുക്കുന്നു. ബോധമയക്കത്തെ. ബോധമയക്കം എന്ന് പറഞ്ഞാൽ അഹങ്കാര ഭ്രമം, വ്യക്തിബോധം. ഞാൻ ഒരാളാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടല്ലോ എല്ലാവരുടെയും ഉള്ളിൽ. ഒരാളാണ് ഞാൻ, ഞാൻ ബ്രഹ്മമാണെന്നോ ഒരു തത്വമാണെന്നോ നമുക്ക് വിചാരമില്ല. ഞാനൊരു വ്യക്തി. അതാണ് ബോധമയക്കം. ബോധമയക്കം എന്ന് പറഞ്ഞാൽ ബോധത്തെ മറന്നിട്ട് ഒരു മയക്കത്തിൽ കഴിയുന്നു. അപ്പോഴാണ് ഈ അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം പൊന്നുന്നത്. ആ ബോധമയക്കത്തെ വാക്കാലേ ബോധൈ ചെയ്ത് പോക്കിവിട പോം. വാക്കാലെ ജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ തൻ്റെ വാക്കുകളിലൂടെ ആചാര്യൻ ശിഷ്യന് പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ബോധൈ ചെയ്ത്. ബോധൈ എന്ന് പറഞ്ഞാൽ ബോധൈ എന്നൊരു വാക്കുണ്ട് തമിഴില്, ലഹരി എന്നാണ് അർത്ഥം. ആ ബോധയല്ല, ബോധൈ എന്ന് പറഞ്ഞാൽ ബോധനം, ഉദ്ബോധനം എന്നർത്ഥം. ബോധിപ്പിച്ച്, സത്യത്തെ ബോധിപ്പിച്ച് പോക്കിവിട പോം. അഹങ്കാരത്തെ അല്ലെങ്കിൽ വാസനയെ ഗുരു നശിപ്പിച്ചാൽ പോകും, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ പോവില്ല. ആചാര്യൻ വേണം നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം ഒടുങ്ങിക്കിട്ടില്ല. അവൻ തലപൊക്കിക്കൊണ്ടേയിരിക്കും. പോയി, ഏതാണ്ട് പോയി, അടങ്ങിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് വരും. ഓ, നീ പോയില്ലല്ലേ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ പോലും അപ്പോഴാണ് മനസ്സിലാക്കുക. ബോധൈ ചെയ്ത് ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച് ആത്മതത്വത്തെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി ഈ അഹങ്കാരത്തിന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തി കൊടുത്ത് അഹങ്കാരത്തെ നീക്കിയാൽ ആ അഹങ്കാരം നശിക്കും, അല്ലാതെ നശിക്കില്ല. തലകുത്തി നിന്നോളൂ, സർക്കസ് കാണിച്ചോളൂ, എന്തൊക്കെ ചെയ്തോളൂ, സാധന ചെയ്ത് അഹങ്കാരത്തെ പോക്കാന്ന് പറഞ്ഞാൽ സാധനയിൽ അഹങ്കാരം വരും.
ഞാൻ മറ്റുള്ളവരെക്കാളും മികച്ച സാധകനാണ് എന്നൊരു അഹങ്കാരം ഉള്ളിൽ പൊന്തും. ഈ ഞാനിനെ തുലയ്ക്കാനാണ് നമ്മൾ ഈ കട്ടപ്പാട് മുഴുവൻ. അവസാനം ഭക്തി ചെയ്ത് എന്നെ പോലെ ഭക്തൻ ആരുണ്ട്? പോയില്ലേ? അഹങ്കാരത്തെ കുറയ്ക്കാൻ ആശ്രയിച്ച ഭക്തിമാർഗം അഹങ്കാരത്തെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, അപ്പൊ ആചാര്യൻ ആത്മതത്വം ഉപദേശിച്ച് ഈ അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാതെ ഇത് പോവില്ല. അങ്ങനെ ചെയ്താലേ പോകൂ. അതാണ് ബോധൈ ചെയ്ത് പോക്കിവിട പോം. പോം എന്ന് പറഞ്ഞാൽ പോകും, അങ്ങനെയേ പോകൂ, അല്ലാതെ ഈ അഹങ്കാരം ഇല്ലാതാവില്ല. അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഗുരു പ്രയോഗിക്കുന്ന ദീക്ഷാ സമ്പ്രദായത്തെ വിശദമാക്കുകയാണ് ഈ പദ്യത്തിൽ. ഗുരു അവനെ കരചരണങ്ങളാൽ സ്പർശിച്ച് തിരുവരുൾമയനാക്കി നിൽക്കത്തക്കവണ്ണം ഹൃദയപൂർവം ഭാവന ചെയ്യും. ആചാര്യൻ നന്നായി അനുഗ്രഹിച്ചാൽ നന്നാകാതെ തരമില്ല. അവന് നശിച്ചു പോവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളുടെ അടുത്ത് ചെല്ലൂ, അവരുടെ നോട്ടം നമ്മുടെ മേൽ പതിക്കട്ടെ, അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കൂ, അവരുടെ സ്പർശം നമ്മുടെ ശരീരത്തിൽ അവരെ കയ്യോ കാലോ കൊണ്ട് നമ്മെ സ്പർശിക്കട്ടെ. അവര് സ്പർശിച്ചില്ലെങ്കിലും അവരുടെ ശരീരത്തെ നമുക്ക് സ്പർശിക്കാമല്ലോ നമസ്കരിക്കുക വഴി. പാദങ്ങളിൽ വീണ് വണങ്ങുമ്പോ നമ്മുടെ തല ആ പാദങ്ങളിൽ മുട്ടിക്കാമല്ലോ. എന്താ നടക്കുന്ന അമ്പലമാണെന്ന് ഈ ജ്ഞാനികൾ. എന്നെ പോലെ മജ്ജയും മാംസവും ഉള്ള ഒരാൾ, അദ്ദേഹവും മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട്, അതൊന്നും കാര്യമില്ല. അദ്ദേഹവും ആഹാരം കഴിക്കുന്നുണ്ട്, അദ്ദേഹവും വസ്ത്രം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പോലെയാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാരും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എവിടെയാണ് ഈ മനുഷ്യനിലുള്ള ഉച്ചനീചത്വം? ഒരാൾ മഹാനാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ മനസ്സിന്റെ പാകത, ബുദ്ധിയുടെ സൂക്ഷ്മത, അറിവിന്റെ വെളിച്ചം, അതാണ് മാനദണ്ഡം. ഹൃദയപൂർവം ഭാവന ചെയ്യും. അവന്റെ കർമ്മങ്ങൾ അകന്നു പോകാനായി അവനെ കടാക്ഷിച്ച് കടക്കണ്ണു കൊണ്ട് നോക്കി, ചിലപ്പോ നേരെയും നോക്കാം, അവന്റെ മലം, മായ, കർമ്മം എന്ന മലത്രയത്തെ നീക്കുന്നു. ശരിക്കും ആണവം, കർമ്മം, മായ, ഈ 3 മലങ്ങളെയാണ് നീക്കുന്നത്. ഇതുവരെ അവൻ പഴകിയിരുന്ന ചര്യാദി അനുഷ്ഠാനങ്ങളെ അവയുടെ വാസന സഹിതം സതുപദേശങ്ങളാൽ അവനിൽ നിന്ന് അകറ്റി. ഈ ചര്യ, ക്രിയ ഒക്കെ ഉപദേശിക്കുന്നത് ഇതേ ഗുരുവാണ്, ഈ ബ്രഹ്മനിഷ്ഠനായ ഗുരുവാണ്. അവസാനം അത് ഇല്ലാതാക്കാനുള്ള വഴിയും പറഞ്ഞു തരുന്നു. കാരണം ഈ ചര്യ, ക്രിയ തുടങ്ങിയവയിൽ വാസനാബദ്ധന ആയി പോവും. അപ്പോ വാസനയോടൊപ്പം എല്ലാറ്റിനെയും തുടച്ചു നീക്കി ആ ജീവബോധത്തെ തന്നെ ഇല്ലാതാക്കി തരും. അവയുടെ വാസന സഹിതം സതുപദേശങ്ങളാൽ അവനിൽ നിന്ന് അകറ്റി അവന്റെ ജീവബോധം മൂലം ഇതുവരെയും അവന് ജ്ഞാനലാഭത്തിന് തടസ്സമായി നിന്ന ജീവബോധ മയക്കത്തെ, അതാണ് മയക്കം, അത് ഒരുതരം അബോധാവസ്ഥയോ ഉറക്കമോ പോലെയാണ്, തൃപ്തികരമാം വണ്ണം യുക്തികളാൽ ബോധിപ്പിച്ച് യഥാർത്ഥത്തെ നേരെ അവനിൽ തറയ്ക്കത്തക്കവണ്ണം ഉപദേശവാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ഉപദേശങ്ങളാലും അവനിൽ ചൊരിയുന്ന കൃപാവീക്ഷണത്താലും ഗുരു അവനെ അജ്ഞാനമകറ്റി പരിശുദ്ധനാക്കി ചെയ്യുന്നതാണ്. നമ്മളെ സാധനയിലൂടെ ചിത്തശുദ്ധി വരും എന്നാണ് വിചാരിക്കുന്നത്. ചിത്തശുദ്ധി വരും, പക്ഷേ അതിനേക്കാളും 1000 മടങ്ങ് പ്രയോജനപ്പെടുന്നതാണ് ഒരു ആചാര്യന്റെ പാദസേവനം. ആചാര്യനെ സമീപിച്ച് അദ്ദേഹവുമായി നിരന്തര സമ്പർക്കം പുലർത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിത്തശുദ്ധി ഉണ്ടല്ലോ, അത് അവർണ്ണനീയമാണ്. ഇങ്ങനെ അനുഗ്രഹീതനായ ശിഷ്യൻ അപ്പോൾ മുതൽ ജീവബോധം പാടയകന്ന് അരുൾബോധസ്ഥിതനാകുകയും ചെയ്യും. അയാൾ ഈശ്വര അനുഗ്രഹം, അതാണ് അരുൾ. ആ അരുൾ കൊണ്ടാണ് ജ്ഞാനമുണ്ടാകുന്നത്. ഈശ്വരന്റെ അനുഗ്രഹം സമ്പൂർണമായി നമ്മിൽ പെയ്തിറങ്ങുമ്പോഴാണ് ജ്ഞാനമുള്ളിൽ പ്രകാശിക്കുന്നത്. ആ ഈശ്വര സ്വരൂപം, ആ ഈശ്വര സ്വരൂപം ഉള്ളിൽ വ്യക്തമായി തെളിഞ്ഞ് അരുൾ ബോധത്തിൽ, ആ അറിവിൽ, പരമാത്മസ്ഥിതിയിൽ, ആനന്ദ ലഹരിയിൽ ശിഷ്യൻ ആറാടി മഗ്നനായി സ്ഥിതി ചെയ്യും. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.